ഹായ് മക്കളെ, എല്ലാവർക്കും നല്ല കിടിലൻ ഗുഡ് ഈവനിങ്. യെസ്, സാർ പറയുന്നത് പ്രോപ്പർ ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചു. ആദ്യം ഒന്ന് വീഡിയോ ഓൺ ചെയ്ത്. ഓക്കെ, എല്ലാ കുഞ്ഞുമക്കളും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക. നല്ല മിടുക്കന്മാരായിട്ട് കേട്ടോ എല്ലാവരും. പക്ഷേ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. കാരണം +2 എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഡബിൾ പാസ് ഇവിടെ നിന്ന് കിട്ടണം. ഡബിൾ പാസ് കിട്ടിയാൽ പോരാ, മാക്സിമം ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ എത്തണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഞാനും പിന്നെ നിങ്ങളുടെ ഇഷ്ടതാരം പൂജ മിസ്സുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ പറയാം. അപ്പോൾ അതിനു മുൻപ് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എക്കണോമിക്സ് സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങൾ ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുക. നമ്മളിത് ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വേഗം ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? റെഡി ആണെങ്കിൽ ഉഷാറായിട്ട് 2 കൈ വെച്ച് കാണിച്ചേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തേക്കാം വെച്ചേക്കാം. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള കുട്ടികൾ സ്റ്റഡി മെറ്റീരിയൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ടെക്സ്റ്റ് ആണ്, ടെക്സ്റ്റിൽ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ 2 ലക്ഷ്യങ്ങളാണ് കേട്ടോ, ഒബ്ജക്റ്റീവ്സ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. ഒന്നെന്താ, നമ്മൾ ഇന്ത്യനെ വെറും റോ മെറ്റീരിയൽസ് കയറ്റി അയക്കുന്ന ഒരു എക്സ്പോർട്ടർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് വരുന്നത് എന്താണ്, ബ്രിട്ടീഷേഴ്സ് അവർ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സിന്റെ ഒരു മാർക്കറ്റ് ആക്കി ഇന്ത്യനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ്. ഇപ്പൊ ബ്രിട്ടീഷ് റൂൾ വന്നപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എഗ്രേറിയൻ ഇക്കോണമി ആണല്ലേ മക്കളെ? ആണോ? ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, അപ്പൊ എഗ്രേറിയൻ ഇക്കോണമി ആയ ഇന്ത്യയുടെ മോർ ദാൻ 85% ജനസംഖ്യ ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതായിരുന്നു അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത്. ആൻഡ് ഈ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് എന്താണ്, ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, അത് കുറഞ്ഞു വരികയുണ്ടായി. അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആയി, മുരടിച്ചു പോയി വളർച്ച. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഫുഡ് ക്രോപ്സ് ഉണ്ട്, ക്യാഷ് ക്രോപ്സ്. മേ ബി ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്തത് ക്യാഷ് ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഫുഡ് ക്രോപ്സ് കുറയുകയും അവിടെ ഒരു സ്റ്റാഗ്നേഷൻ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. എന്തെല്ലാമാണ് അതിന്റെ റീസൺ? ഇതിന്റെ അകത്ത് ചോദ്യം വരുമെങ്കിൽ എത്ര റീസൺ എഴുതേണ്ടതായിട്ട് സ്വാഭാവികമായിട്ടും ഒരു 6 to 7 റീസൺസ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്നുണ്ടാവും. ഒരു 5 എണ്ണൊക്കെ എഴുതിയാൽ മതിയാവും. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. അത് നമുക്കറിയാം അല്ലെ, നമ്മളുടെ ബ്രിട്ടീഷേഴ്സ് റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റം ആണ്. അതിൽ 3 എണ്ണം ഉണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ അത് ഫാമേഴ്സിനെ വളരെയധികം ചൂഷണം ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത്തത് ടെക്നോളജിയുടെ കുറവാണ്. പിന്നെ ഫെർട്ടിലൈസേഴ്സ് അധികം ഉപയോഗിച്ചിരുന്നില്ല, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. പിന്നെ ഇറിഗേഷൻ പ്രോപ്പർ ആയിരുന്നില്ല, അതും ഒരു റീസൺ ആണ്. പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റം, അതാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതും ഒരു റീസൺ ആണ്. പിന്നെ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് കുറവാണ് മാർക്കറ്റിൽ കിട്ടിയിരുന്നത്. സോ വിൽക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് പ്രൈസ് കുറവ് കിട്ടുമ്പോൾ നഷ്ടമാണ് ഫാമേഴ്സിന് അല്ലേ. പിന്നെ റൂറൽ ഇൻഡപ്റ്റഡ്നെസ്, കടക്കെണിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെത്ത് റിസൾട്ടഡ് ഫ്രം ന്യൂട്രീഷൻ കുറവ്. പിന്നെ ഫാമിൻ, പട്ടിണി, എപ്പിഡമിക്സ്, ഇങ്ങനെയുള്ള അപ്പൊ ഈ പകർച്ചവ്യാധികൾ, അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ കൊണ്ട് കുറെ അധികം ഡെത്തുകൾ ഉണ്ടായി. അപ്പൊ ഇതൊക്കെയാണ് റീസൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തേക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്ത 3 ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ജമീന്ദാരി സിസ്റ്റം, മറ്റൊന്ന് റായ്വാരി സിസ്റ്റം, പിന്നൊന്ന് മഹൽവാരി സിസ്റ്റം. ഈ 3 സിസ്റ്റം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഈ ഒരു 3 സിസ്റ്റത്തും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട്
വേണമെങ്കിൽ ഇതിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ഈ ജമീന്ദാരി സിസ്റ്റം എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ജമീന്ദാരി സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്. നമുക്ക് ആരോട് ചോദിക്കാം, അക്ഷരോട് ചോദിച്ചാലോ? യെസ്, പറഞ്ഞാടാ, ജമീന്ദാരി സിസ്റ്റം എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബ്രിട്ടീഷുകാർ എവിടെയാണ് ആദ്യമായിട്ട് അവരുടെ ഇന്ത്യയുടെ ഏത് ഭാഗമാണ് അവർ ആദ്യം ആരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. എന്താണ് ലോർഡ് കോൺവാലിസ്. ഓക്കേ, വെരി ഗുഡ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് റൈറ്റ് വാലി സിസ്റ്റം ആണ്. റൈറ്റ് വാലി സിസ്റ്റം അപ്പൊ എവിടെ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക? പിന്നീട് ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഏരിയ ഏതാണ്? ആര് പറയും? റൈറ്റ് വാലി എവിടെയാണ്? റൈറ്റ് എന്ന വാക്കിനർത്ഥം കർഷകനാണ്, ഉറുദു വേർഡ് ആണ്. ശീതൽ മോനെ പറഞ്ഞടാ, എന്താ? എന്നാലും ഓരട്ടെ, ഈസ്റ്റ് ഇന്ത്യ ആണോ നോർത്ത് ഇന്ത്യ ആണോ സൗത്ത് ഇന്ത്യ ആണോ? ഈസ്റ്റ് ഇന്ത്യയിലല്ലേ നേരത്തെ നമ്മൾ ആദ്യത്തെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജമീന്ദാരി സിസ്റ്റം. കറക്റ്റ്. എന്ത് പറയാ, ഓക്കെ. ഇനി ബാക്കിയുള്ളത് പറഞ്ഞു. ഈ ലാസ്റ്റത്തെ പറ. ഈസ്റ്റ് ഇന്ത്യ പറഞ്ഞു, നോർത്ത് ഇന്ത്യ. ഇനി ഏത് ഇന്ത്യ ഉള്ളേ? ഇനി ഏത് ഇന്ത്യ ഉള്ള ബാലൻസ് ഉള്ളത്? ഈസ്റ്റ് ഇന്ത്യ പറഞ്ഞു, നോർത്ത് ഇന്ത്യ പറഞ്ഞു. ഇനി ഏത് ഇന്ത്യ ഉള്ളേ? ഒരു ക്ലൂ തരാം. മോൻ താമസിക്കുന്ന ഇന്ത്യ. ഓ, കറക്റ്റ് ആൻസർ. ഓ മൈ ഗോഡ്, ഇന്റലിജന്റ് മോഡേൺ ആക്രോബാറ്റിക്. ഓക്കെ, വെരി ഗുഡ്. ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, വെരി ഗുഡ്. തോമസ് മുൻറോ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പോ അതെല്ലാവർക്കും പിടികിട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് മഹൽവാരിയാണ്. അപ്പൊ മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ പറഞ്ഞു, അക്സ പറയുന്നുണ്ടായിരുന്നു. പിന്നെ സൗത്ത് ഇന്ത്യ നമ്മുടെ ശീതള് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഇന്ത്യ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ ആണ്. അത് നമ്മുടെ ആരാണ്? നമ്മുടെ മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? മഹൽ അതൊരു ഹിന്ദി വേർഡ് ആണ്. അതിനർത്ഥം ഗ്രാമം എന്ന്. ഓക്കെ, അപ്പൊ ഒരു ഗ്രാമത്തിൽ അവിടെ വ്യക്തികളുടെ അടുത്ത് പോയി ചോദിച്ചതല്ല, ഒരു ഗ്രാമം സെറ്റപ്പ്, നോർത്ത് ഇന്ത്യയുടെ സെറ്റപ്പ് ആണ്. അവിടുത്തെ ജനനാഥന്റെ അടുത്ത് പോയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിരിച്ചിരുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ടിപ്പു സുൽത്താൻ വെടിവെച്ച് കൊന്ന ആളാണ്. ആരാണ്? ആര് പറയും? ഓക്കെ, എന്നാ നമുക്ക് ഒരാൾ ചോദിക്കാം. ആര് പറയും? ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബാഹുൽ. ദിയ മോനെ പറയടാ. ദിയ മോനെ പറട്ടെ. കൊച്ച് എന്തെങ്കിലും ഒന്നുകൂടെ. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിച്ചെടുക്കുക. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചാണ് പറയാം. നമ്മൾ ഓൾറെഡി അപ്പൊ അഗ്രികൾച്ചർ സെക്ടർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അറിയാമല്ലോ, നമ്മളുടെ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് അല്ലെ. കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ആണ് ഉണ്ടായിരുന്നത്. ആ ഇൻഡസ്ട്രീസ് അപ്പാടെ തകർന്നു. എന്താ സംഭവിച്ചേ? ബ്രിട്ടീഷേഴ്സ് അവരുടെ ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റു അല്ലെ. അപ്പൊ അവരുടെ ചീപ്പ് ഗുഡ്സിന് ഡിമാൻഡ് കൂടുകയും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്തു. അതാണ് അതിന്റെ റീസൺ. അപ്പൊ അത് രണ്ടുമാണ് ഈ ഫസ്റ്റ് പോയിന്റിലും സെക്കൻഡ് പോയിന്റിലും പറയുന്നത്. പിന്നെ ഇതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് വളർച്ച വളരെ കുറവായിരുന്നു. പിന്നീടാണ് 19th സെഞ്ചുറിയുടെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴാണ് അവിടെ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ വരാൻ തുടങ്ങി. കോട്ടൺ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, അതുപോലെ ഷുഗർ ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നു. അവരൊക്കെ പിന്നീട് വന്നു അല്ലെ. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു ചോദ്യം ഞാൻ പറയാം. ഫോറിൻ പോളിസി പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് എക്സാമിന്. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ, മൂന്നാമത്തെ ചാപ്റ്ററിൽ അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് അധികം ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ, ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഫോറിൻ പോളിസി എന്തായാലും നോക്കിയിട്ടുണ്ടാവും. ഫോറിൻ പോളിസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ?
ആദ്യം നമ്മുടെ ഫോറിൻ ട്രേഡ് ഈ സമയത്ത് വർദ്ധിച്ചിരുന്നു. ഫോറിൻ ട്രേഡിൽ നല്ല ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നല്ല ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ട്രേഡ് പോളിസി വഴി ഈ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ട്രേഡ് പോളിസി വഴി ട്രേഡ് ഇംപ്രൂവ് ആവുകയും അവിടെ സർപ്ലസ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഈ സർപ്ലസ് കൊണ്ട് ഇന്ത്യക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടായോ? ഇല്ല. ആർക്കാ ബെനിഫിറ്റ് ഉണ്ടായത്? ഇത് ഫുള്ള് ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പോളിസീസ് ആണ് അവർ കൊണ്ടുവന്നത്. സോ ബ്രിട്ടീഷേഴ്സിന്റെ ആർമിയുടെ ചെലവുകൾ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വാർ എക്സ്പെൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ എക്സ്പോർട്ട് സർപ്ലസ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. അതും നമുക്ക് പറയാം. പിന്നെ ഈ സൂയിസ് കനാലൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ചുകൂടി തീവ്രമായിട്ട് എന്താ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് അവർക്ക് പോസിബിൾ ആയി ബ്രിട്ടീഷേഴ്സിന്. ഈ പോയിന്റ് ഒക്കെയാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞ. ട്രേഡ് വോളിയം കൂടി, എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായി, പക്ഷെ ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടായില്ല. ആ എക്സ്പോർട്ട് സർപ്ലസ് എക്സ്പെൻഡിച്ചർ ഒക്കെ എന്താ വാർ എക്സ്പെൻഡിച്ചർ ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ജനസംഖ്യയുമായിട്ട് താരതമ്യം ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് സാധ്യത എങ്ങനെയാണ്? അതായത് ഡെമോഗ്രാഫിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ജനസംഖ്യയുടെ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതകൾ എത്രത്തോളം? ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്തായിരുന്നു എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ തിയറി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ലിറ്ററസി ലെവല് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു ടൈം ബ്രിട്ടീഷേഴ്സിന്റെ ടൈമിൽ എങ്ങനെയായിരുന്നു, അതിന്റെ പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഈ തിയറി സെപ്പറേറ്റ് ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ എക്കോണമി ആകാനാണ് സാധ്യത. സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ നമ്മൾ പതിയെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വരും. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ടെക്നോളജിയും സർവീസ് സെക്ടറിന്റെ ഒരു വളരെ വലിയൊരു കുതിച്ചുചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഡെമോക്രാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ധാരാളം ജനങ്ങളുണ്ടാവും, പക്ഷേ അഗ്രികൾച്ചർ ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമെങ്കിൽ അത്യാവശ്യം ഒരു എക്സ്പ്ലോഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും, പോപ്പുലേഷന് ഭയങ്കര വർധനവുണ്ടാവും. അവസ്ഥ. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ജനനിരക്ക് വളരെയധികം കുറഞ്ഞു. ഇപ്പൊ ചൈനയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതാണ് ഒരു ഡെമോഗ്രാഫിക്കലി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാനുള്ളത്? ഇത് ജസ്റ്റ് ആ തിയറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെ, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ഇന്ത്യ കടന്നു പോയെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചാൽ മതി. 1921 വരെ ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കയറി. പിന്നീട് ഇന്ത്യ തേർഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഗ്രോത്ത് ഒക്കെ അത്യാവശ്യം ഉണ്ട്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. പിന്നെ അടുത്തത് നമുക്ക് ഇതിന്റെ അകത്ത് പറയുന്നത് ഓക്യുപ്പേഷൻ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയുണ്ട്? ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആ ഒരു ഡെമോഗ്രാഫി അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എത്രത്തോളമായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാണ് നേരത്തെ പറഞ്ഞ ഡെമോഗ്രാഫിക് കണ്ടീഷൻ ചോദിക്കില്ലേ ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഈ കാര്യമൊക്കെയാണ്. ലിറ്ററസി ലെവൽ, സാക്ഷരതാ നിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ ഫീമെയിൽ ലിറ്ററസി വളരെ കുറവായിരുന്നു. പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് കുറവായിരുന്നു. അതുകൊണ്ടായിരുന്നു ഡെത്ത് റേറ്റ് ഒക്കെ കൂടുതലുണ്ടായിരുന്നത്. ആൻഡ് വൈഡ് സ്പ്രെഡ് ഡിസീസുകൾ ഉണ്ടായി. പിന്നെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആയിരുന്നു, മരണനിരക്ക് കൂടുതലായിരുന്നു എന്നുള്ളത്. ഇനി അടുത്തത് ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ നമ്മളൊരു കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിക്കോസ് വരുന്നുണ്ട്. നമുക്ക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഓക്യുപ്പേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഓക്യുപ്പേഷൻ സ്ട്രക്ചർ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആ ഒരു ഓക്യുപ്പേഷൻ അഗ്രികൾച്ചർ ആയിരുന്നു കൂടുതൽ. ദെൻ നമ്മുടെ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ 10% ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 20%. ഈ ശതമാനമൊക്കെ ഒന്ന് നോക്കിയേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ റെയിൽവേ അല്ലെ. ഇന്ത്യൻ റെയിൽവേ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. ഞാനിപ്പോ കുറച്ച് നേരത്തെ മിസ്സിനോട് ചോദിച്ചുള്ളൂ. ഇന്ത്യൻ റെയിൽവേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് ചോദിക്കാം എന്താണെങ്കിലും. കാരണം ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തതിൽ കുറച്ച് നല്ല രീതിയിൽ ഇന്ത്യയുടെ പിന്നീടുള്ള ഗ്രോത്തിന് സഹായിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാല് റെയിൽവേ, അതേപോലെ പോസ്റ്റൽ സിസ്റ്റം, തപാൽ സിസ്റ്റം, അതേപോലെ തന്നെ മറ്റ് റോഡിന്റെ നമ്മളുടെ ഒരു കുറച്ച് കാര്യങ്ങൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ എക്സ്പാൻഷൻ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. പിന്നെ നമ്മൾ വേണമെങ്കിൽ മറ്റു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നമുക്ക് തന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നീട് തന്നെ നമ്മുടെ മറ്റു മേഖലകളിലേക്കൊക്കെ, അതായത് ഇപ്പൊ നമുക്ക് പിന്നീട് ഈ ടാറ്റ ഗ്രൂപ്പിന്റെ ഒക്കെ കടന്നു വരവും ഇന്ത്യയുടെ സാധ്യതകൾ പിന്നീട് എയർലൈൻസ് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ വായിച്ചു നോക്കാം. ഇനി ഞാൻ മിസ്സിനോട് ചോദിക്കുകയാണ്, ഒരു 4 ചോദ്യം ഈ ചാപ്റ്ററിന് മിസ്സിനോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മിസ്സിനോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ
ഒരു 4 നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ 4 ചോദ്യങ്ങൾ എഴുതാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ് ആവാനുള്ള റീസൺസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ചോദിക്കാം, പിന്നെ ഡെമോഗ്രഫിക് കണ്ടീഷൻസ് ചോദിക്കാം ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഏതൊക്കെയായിരുന്നു എന്നും ചോദിക്കാം. ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ റെയിൽവേസും ഒക്കെ, സെപ്പറേറ്റും ചോദിക്കാം അത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വേഗം രണ്ടാമത്തെ ചാപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ എടുക്കട്ടോ, വേഗം. നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം അല്ലെ. ഓക്കെ, സാർ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും, നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താ? ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. അപ്പൊ 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ ആദ്യം നിങ്ങളിവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റംസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? സോഷ്യലിസം ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, മിക്സഡ് ഇക്കോണമി ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ എപ്പോഴും വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇത് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈവറ്റ് സെക്ടറിനാണ് പ്രാധാന്യം കൂടുതൽ, പ്രൈവറ്റ് സെക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് അവരുടെ ലക്ഷ്യം? എന്തായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും അല്ലെ, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. ആണോ മക്കളെ? ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. സോ പ്രോഫിറ്റ് മോട്ടീവ് ആണ് പഠിക്കുക. പിന്നെ ഇവിടെ ഇക്കോണമിയിലുള്ള പ്രശ്നങ്ങളെല്ലാം പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രോബ്ലമാ? എന്ത് സാധനം വേണം ഉൽപ്പാദിപ്പിക്കാൻ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ലേ? ഇങ്ങനെയുള്ള എല്ലാ എക്കണോമിക് പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യുന്നത് ആരായിരിക്കും? മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ചേർന്നായിരിക്കും. അതാണ് ഈ കാണുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓപ്പറേറ്റിംഗ് ത്രൂ ദ മാർക്കറ്റ് സോൾവ് സെൻട്രൽ പ്രോബ്ലംസ്. അപ്പൊ ഇപ്പൊ 3 പോയിന്റ്സ് ആയില്ലേ? പ്രൈവറ്റ് സെക്ടർ ആണ്, പ്രോഫിറ്റ് മോട്ടീവ് ആണ്, പിന്നെ ഡിമാൻഡ് സപ്ലൈയും കൂടെ ചേർന്നാണ് സെൻട്രൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 പോയിന്റ്സ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റലിസത്തിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എഴുതാം. ബാക്കി ഓരോന്നും ഇങ്ങനെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സോഷ്യലിസത്തിലേക്ക് പോവാം. അപ്പൊ സോഷ്യലിസം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പബ്ലിക് സെക്ടറിനാണ് ഇമ്പോർട്ടൻസ്, അതായത് ഗവൺമെന്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലക്ഷ്യം എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് എന്താ? സോഷ്യൽ വെൽഫെയർ ആയിരിക്കും, ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കും ഗവൺമെന്റ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ഗവൺമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഗവൺമെന്റ് ആണ് ഇവിടെ അല്ല, ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് അതോറിറ്റി ആയിരിക്കും ഇവിടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഇനി കൈവശിക്കേ നോക്കട്ടെ. യെസ്, അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് മിക്സഡ് ഇക്കോണമിയിലേക്ക് പോകാം. മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സ്ചർ ആണ് അല്ലെ, മിക്സ്ചർ ഓഫ് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. ആൻഡ് ഇവിടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് മോട്ടീവും ഉണ്ട്, സോഷ്യൽ വെൽഫെയറും ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് മാർക്കറ്റിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ സാധിക്കാത്ത ആൾക്കാരുടെ കാര്യം ഇവിടെ ആര് നോക്കും? ഗവൺമെന്റ് നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾ ആദ്യത്തെ സോഷ്യലിസം ക്യാപിറ്റലിസം പഠിച്ചാൽ മതി. മിക്സഡ് ഇക്കോണമി നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് എഴുതാവുന്നേ ഉള്ളൂ. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പ്ലാനിംഗ് കമ്മീഷൻ എന്നാ തുടങ്ങിയത്? 1950-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചെയർമാൻ എന്ന് പഠിക്കുക. പിന്നെ ഏത് മോഡലാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തത്? നമ്മുടെ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് സോവിയറ്റ് മോഡലാണ്. ഇതൊക്കെ 1 വേർഡ് ആയിട്ട് ചോദിക്കുക കേട്ടോ. സോ ആ രീതിയിൽ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നമുക്കൊരു പെർസ്പെക്റ്റീവ് പ്ലാനിങ് ഉണ്ടായിരുന്നു. പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു 20 വർഷത്തേക്കുള്ള ടാർഗറ്റ് ആണ്. പിന്നെ ഈ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് ആരാന്ന് പഠിക്കുക. PC മഹലനോബിസ് ആണ്. പിന്നെ അദ്ദേഹമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ജേർണലിന്റെ പേര് സംഖ്യ. അപ്പൊ ഇതുപോലുള്ള കുറെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ആ 1 വേർഡുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈവശിക്കേ.
ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. 5-year പ്ലാൻസിന്റെ ഗോൾസ് ആണ്, 4 ഗോൾസ് ആണ് വരുന്നത്. ഏതൊക്കെയാ? ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ഇത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ജെംസ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ജെംസ് എന്ന് പറയുമ്പോൾ G ഫോർ ഗ്രോത്ത്, E ഫോർ ഇക്വിറ്റി, M ഫോർ മോഡേണൈസേഷൻ, S ഫോർ സെൽഫ് റിലയൻസ്. അങ്ങനെ ജെംസ് എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പഠിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പഠിക്കാം കേട്ടോ. ജെംസ്, ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. എന്താണ് ഫസ്റ്റത്തെ ഗ്രോത്ത് എന്താന്ന് നോക്കാം. ഇപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ നമ്മൾ എന്താണ് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. സോ അതിലുണ്ടാവുന്ന വർധനവ്, ഇൻക്രീസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഗ്രോത്തിലേക്ക് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? നമുക്കറിയാം 3 സെക്ടേഴ്സ് ഉണ്ട്. അഗ്രികൾച്ചർ ഉണ്ട്, അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3 സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തിലേക്ക് വരും? ഇന്ത്യയുടെ GDP-യിലേക്ക് വരും. അപ്പൊ ഈ 3 സെക്ടറിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. അതിലുള്ള ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രോത്ത് എന്ന് വിളിക്കുക. അപ്പൊ ഇതിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് 2 പോയിന്റ് പഠിച്ചാൽ മതിയാവും. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഗോൾസിന്റെ ഓരോ ഗോളിന്റെ ഹെഡിങ് ഇല്ലേ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, അതൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താ ഓരോ പോയിന്റ്സ് വെച്ച് എഴുതിയാലും എന്താ കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എന്താ ടൈറ്റിലൊക്കെ നല്ല വലുതാക്കി എന്താ ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഫസ്റ്റ് 2 പോയിന്റ് ഇവിടെ പഠിച്ചാൽ മതിയാവും. സെറ്റ് അല്ലേ? അപ്പൊ അടുത്തതിലേക്ക് പോകാം. ഒന്ന് കൈവിശി കാണിച്ച മക്കളെ. ഉറങ്ങിയോ എല്ലാവരും? ഓക്കെ, എന്നാൽ അടുത്ത നമ്മളെ ഗോൾ എന്ന് പറയുന്നത് എന്താ? മോഡേണൈസേഷൻ ആണ്. ഇത് ഈ പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്താ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ? പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മോഡേണൈസേഷൻ മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ ടെക്നോളജി എഴുതിയാലും കറക്റ്റ് ആണ്. ആൻഡ് ഈ മോഡേണൈസേഷൻ പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ. പ്രൊഡക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാ സെക്ടേഴ്സിലും എന്താ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ 2 പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. 2 പോയിന്റ്സ് വെച്ച് എല്ലാ ഗോൾസിൽ നിന്നും നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവിശിക്കേ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഗോളിലേക്ക് പോവാം കേട്ടോ. സോ അടുത്ത ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ആ രാജ്യത്തിൽ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എന്താ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ വിഭവങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കുക, വേറെ രാജ്യത്തു നിന്നൊന്നും ഇമ്പോർട്ട് ചെയ്യാതെ. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. നോക്കിയേ, സെൽഫ് റിലയൻസ് മീൻസ് റിലൈങ് ഓൺ റിസോഴ്സസ് ഫോർ ഡെവലപ്മെന്റ്, വികസനത്തിന് വേണ്ടി നമ്മളുടെ രാജ്യത്തുള്ള വിഭവങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കുക, വേറെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യരുത്, ഫോറിൻ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും വലിച്ചു നീട്ടിയൊന്നും ഇതിന്റെ ഒരു ആവശ്യമില്ല. ഈ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഫോറിൻ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെക്കൻഡ് പോയിന്റും കൂടി എഴുതാവുന്നതാണ്. ആദ്യത്തെ 7 5-year പ്ലാനിലും ഇന്ത്യ എന്ത് ചെയ്തില്ല? ഫോറിൻ റിസോഴ്സുകളെ ഒന്നും തന്നെ ആശ്രയിച്ചില്ല. നമ്മളുടെ ഇവിടെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചത്. സെറ്റ് അല്ലേ? സെൽഫ് റിലയൻസ് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ഗോളും കൂടിയേ ഉള്ളൂ പഠിക്കാൻ ബാക്കി. അത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും എന്താ ഒരുപോലെ കിട്ടണം അല്ലേ. അപ്പൊ ഗ്രോത്ത് ഉണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്, സെൽഫ് റിലയൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇക്വിറ്റി ഇല്ലെങ്കിൽ എന്താണ്? ഈ എല്ലാ ഗോളും മീനിങ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം ഇല്ല അല്ലെ. ഇറ്റ് മീൻസ് റിഡക്ഷൻ ഇൻ ഇനിക്വാലിറ്റി. ഇനിക്വാലിറ്റി കുറയ്ക്കുക, അസമത്വം കുറയ്ക്കുക എന്നാണ് എന്താ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ബാക്കിയുള്ള ഗോൾ ഒന്നും എന്താ അതൊക്കെ മീനിങ്ലെസ് ആയി ഇക്വിറ്റി ഇല്ലെങ്കിൽ. അപ്പൊ ഇക്വിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം. എല്ലാ ആൾക്കാർക്കും തുല്യമായി എല്ലാം കിട്ടുന്നുണ്ടോ എന്നും കൂടി എന്താണ് എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കുക. 4 ഗോൾസും സെറ്റ് അല്ലേ? ഇപ്പൊ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ മക്കളും ഉത്തരം എഴുതണം കേട്ടോ, നാളെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ. സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഏതാ നോക്കാം. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് GDP എന്താന്നാണ്. ജസ്റ്റ് ഡെഫിനേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. എങ്ങാനും 1 വേർഡ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ് GDP? ഒരു സാമ്പത്തിക വർഷത്തിൽ അല്ലെ, ഒരു എന്താ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി ഫോമിലുള്ള, പണത്തിന്റെ രൂപത്തിലുള്ള മൂല്യമാണ്.
മാർക്ക് നോക്കി എഴുതിയാൽ മതി കേട്ടോ. മാർക്ക് നോക്കി എഴുതിയാൽ മതി. ഇപ്പൊ ഗോൾസ് ഒക്കെ 5 മാർക്കിനൊക്കെ ചോദിച്ചെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടിയൊക്കെ എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ട് എഴുതിയാൽ മതി. ഓരോ പോയിന്റ് വെച്ച് എഴുതിയാൽ മതി എല്ലാത്തിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പൊ GDP ഡെഫിനിഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കാം കേട്ടോ. GDP is the money value of all goods and services. വായിച്ചു നോക്കാം. അത്രയേ ഉള്ളൂ ഈ ഭാഗത്തുനിന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സെക്ടറൽ കമ്പോസിഷൻ ആണ് ഓഫ് ഇന്ത്യൻ GDP ഇൻ റീസെന്റ് ടൈംസ്. ഇപ്പൊ സെക്ടറൽ കമ്പോസിഷൻ എന്താ നിങ്ങളിവിടെ അറിയണം. നിങ്ങൾക്ക് അറിയാലോ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്. നമുക്ക് ഒരാളെ വിളിക്കാം. മിഷാൽ, ഏതൊക്കെയാണ് സെക്ടേഴ്സ് മിഷാലെ? യെസ്, കറക്റ്റ് ആണ്. ഇപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇത് മൂന്നുമാണ് നമുക്ക് അറിയാവുന്ന സെക്ടേഴ്സ് അല്ലെ. അപ്പൊ ഈ 3 സെക്ടേഴ്സിൽ നിന്നുള്ള എന്താ കമ്പോസിഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ സെക്ടറൽ കമ്പോസിഷൻ എന്താണ്? GDP ഈസ് കമ്പോസ്ഡ് ഓഫ് കോൺട്രിബ്യൂഷൻസ് ഫ്രം ഈ 3 സെക്ടേഴ്സ്. ഈ 3 സെക്ടേഴ്സിലെയും കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ GDP-യിൽ കണക്ക് കൂട്ടുന്നത് അല്ലെ. സോ ദിസ് ഇസ് നോൺ ആസ് എന്താ സെക്ടറൽ ഓർ സ്ട്രക്ചറൽ കമ്പോസിഷൻ ഓഫ് GDP എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 സെക്ടേഴ്സിലെയും കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായി അല്ലേ? അപ്പൊ എഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താ? ഇക്കോണമി വളരുന്നതനുസരിച്ച് എഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ സർവീസ് സെക്ടറിന്റെയും കോൺട്രിബ്യൂഷൻ കൂടി വരുവാണ് അല്ലെ. അങ്ങനെയല്ലേ ഒരു രാജ്യം അണ്ടർ ഡെവലപ്ഡ് ആവുമ്പോൾ വികസനം കുറവുള്ള സ്റ്റേജിൽ കൃഷിയിലായിരിക്കും കൂടുതൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവുക. അപ്പൊ എഗ്രികൾച്ചർ സെക്ടറിലെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും കൂടുതൽ. പിന്നെ ആ രാജ്യം ഡെവലപ്പ് ആയി വരുമ്പോൾ എന്താ സംഭവിക്കുക? പതുക്കെ പതുക്കെ കൃഷിയിൽ നിന്ന് മാറി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും സർവീസ് സെക്ടറിലേക്കൊക്കെ പോകൂലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സെക്ടറൽ കോമ്പോസിഷൻ ചോദിക്കുമ്പോൾ എഗ്രികൾച്ചർ സെക്ടറിലെ കോൺട്രിബ്യൂഷൻ ടു GDP കുറയാൻ തുടങ്ങി, മറ്റ് 2 സെക്ടേഴ്സിലെ കൂടി എന്ന രീതിയിൽ എഴുതാം. പിന്നെ ഇവിടെ ഡെവലപ്ഡ് കൺട്രീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അവർ വികസിത രാജ്യങ്ങളാണ് അല്ലെ. സോ അവരെ സംബന്ധിച്ച് എഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. എന്നാൽ ഇന്ത്യനെ സംബന്ധിച്ച് എഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കൂടുതലായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ആൻഡ് സർവീസ് സെക്ടറിന്റെ ഷെയർ ആണ് ഇപ്പോൾ കൂടുതലും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് സെക്ടറൽ കമ്പോസിഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ടേബിളും കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ടേബിൾ കണ്ടു. ഇവിടെ സെക്ടറൽ കമ്പോസിഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ടേബിൾ വന്നിട്ട് ഈ ടേബിളിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത് നോക്കി ഈ ഡിജിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് അങ്ങനെ 2-3 സെന്റൻസ് ആക്കി അനലൈസ് ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയാമല്ലോ എഴുതാൻ വേണ്ടി. ഇതുപോലുള്ള ടേബിൾ അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടില്ലേ മക്കളെ? എങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, അപ്പൊ ഇതുപോലെ ടേബിൾ ചിലപ്പോൾ തന്നിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. വെറുതെ ഡിജിറ്റ്സ് നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ആണ് കേട്ടോ. എന്തിന്റെ ഇമ്പാക്ട്? ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ ഓൺ ദ ബേസിസ് ഓഫ് ഫസ്റ്റ് 7 5-year പ്ലാൻസ്. അപ്പൊ പ്ലാനിങ് ഒക്കെ തുടങ്ങി, നമ്മൾ 5-year പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യത്തെ 7 5-year പ്ലാൻസ് എഗ്രികൾച്ചർ സെക്ടറിന് എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ ഇമ്പാക്റ്റിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനും. മക്കളെ ഇത് നോട്ട് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് റിഫോംസും ഗ്രീൻ റെവല്യൂഷനും ആണ് എഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ ഇമ്പാക്ട് എന്ന് പറയുന്നത് കേട്ടോ, 5-year പ്ലാൻസ് കൊണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലാൻഡ് റിഫോംസിൽ വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ലാൻഡ് റിഫോംസ് കേട്ടോ, ഭൂപരിഷ്കരണങ്ങൾ. അപ്പൊ ലാൻഡ് റിഫോംസിലേക്ക് വരുമ്പോൾ ഭൂമിയുമായി ലാൻഡുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായി. അപ്പൊ നമുക്ക് നേരത്തെ അറിയാം സമീന്ദാർസ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറി, ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നു അല്ലെ ഈ ഗവൺമെന്റിന്റെയും കൃഷിക്കാരുടെ ഇടയിൽ. അപ്പൊ ഈ സമീന്ദാർസിനെ അങ്ങോട്ട് നിർത്തലാക്കി, അബോളിഷ് ചെയ്തു. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് സമീന്ദാർസ്, അതാണ് ഒരു ലാൻഡ് റിഫോം. പിന്നെ അതുപോലെ ഇക്വിറ്റി കൊണ്ടുവരാ, ഭൂമി വിതരണം ചെയ്യുന്നതിൽ എന്താ ഇക്വിറ്റി കൊണ്ടുവരാ, അതായത് ഇൻഇക്വാലിറ്റി ഇല്ലാതെ നോക്കുക, എല്ലാവർക്കും തുല്യമായി ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. എല്ലാ ഫാമേഴ്സിനും എല്ലാ ടില്ലർക്കും ലാൻഡ് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫാമേഴ്സിന് അല്ലെങ്കിൽ ടില്ലേഴ്സിന് എന്താ ലാൻഡിൽ അധികാരം ഉണ്ടായിരുന്നില്ല ഈ സമീന്ദാർസ് ഒക്കെ ഉള്ള ടൈമിൽ. പക്ഷെ ഇപ്പൊ എന്താ ലാൻഡ് ടില്ലർക്ക് കൊടുക്കാന്നുള്ളതാക്കി. പിന്നെ ഒരു സീലിംഗ് ഏർപ്പെടുത്തി.
ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്. ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ലാൻഡിന്റെ ഭൂമിയുടെ അളവിൽ ഒരു സീലിംഗ് ഏർപ്പെടുത്തി. ആ ഒരു സീലിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരാൾക്ക് ലാൻഡ് കൈവശം വെക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ലാൻഡ് അപ്പൊ എന്തായി? അത് സർപ്ലസ് ലാൻഡായി. അപ്പൊ ബാക്കിയുള്ള ലാൻഡ് ആർക്ക് കൊടുത്തു? ആ സർപ്ലസ് ലാൻഡ് ഇല്ലാത്ത, ഭൂമി ഇല്ലാത്ത ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു. അതാണ് നെക്സ്റ്റ് പോയിന്റ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ദി ലാൻഡ്ലെസ്. പിന്നെ ലാൻഡ് റിഫോംസ് സക്സസ്ഫുൾ ആയത് 2 സ്റ്റേറ്റിലാണ്, 2 സംസ്ഥാനത്താണ്, കേരളയിലും ബംഗാളിലും. ഓക്കെ, അപ്പൊ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഓർക്കുക. സമീന്ദാർസിനെ അവോയ്ഡ് ചെയ്ത്, അബോളിഷ് ചെയ്ത് കളഞ്ഞു. ലാൻഡ് ടില്ലർക്ക് കൊടുത്തു. പിന്നെ ലാൻഡ് സീലിംഗ് ഏർപ്പെടുത്തി. ബാക്കിയുള്ള ലാൻഡ് സർപ്ലസ് ലാൻഡ് ആണ്, അത് ആർക്ക് കൊടുത്തു? അത് ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു. ഇതൊക്കെയാണ് ലാൻഡ് റിഫോംസിൽ വരുന്നത്. മനസ്സിലായോ മക്കളെ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലാൻഡ് റിഫോംസ്. ഇനി അടുത്ത ഒരു കാര്യം നോക്കാം. അഗ്രികൾച്ചർ സെക്ടറിൽ രണ്ടാമതുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ റെവല്യൂഷൻ ആണ്, ഹരിത വിപ്ലവം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഗ്രീൻ റെവല്യൂഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയിരുന്നു, പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരുന്നു അല്ലേ. അപ്പൊ അതിന് കുറെ കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് ഇംപ്രൂവ് ആയത് എപ്പോഴാണ്? ഈ ഗ്രീൻ റെവല്യൂഷൻ വന്നതുകൊണ്ടാണ്. ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥൻ ആണ് കേട്ടോ, ഡോക്ടർ MS സ്വാമിനാഥൻ. ഇവിടുന്ന് 1 വേർഡ് എക്സ്പെക്ട് ചെയ്യാം, അപ്പൊ എന്തായാലും പഠിക്കാം. സെറ്റാണോ മക്കളെ? ഇത്രയും സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീൻ റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂട്ടാ. അപ്പൊ എന്തിലൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം? എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് കൃഷിയിൽ? നമ്മൾ HYV സീഡ്സ് ഉപയോഗിക്കുക, കൂടുതൽ വിളവ് കിട്ടുന്ന, കൂടുതൽ ഈൽഡ് കിട്ടുന്ന സീഡുകൾ ഉപയോഗിക്കുക. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക. മോഡേൺ ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇറിഗേഷൻ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക. പിന്നെ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൊണ്ടുവരാം. അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, വായ്പ കൊടുക്കുക, കുറഞ്ഞ പലിശക്ക്, ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫാമേഴ്സിന് വായ്പ കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന ഓരോ ആക്ടിവിറ്റീസ് അവിടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് എന്താ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഗ്രീൻ റെവല്യൂഷന്റെ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട് മക്കളെ എക്സാമിന്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ബാക്കി നോക്കാം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായ ഗുണങ്ങളാണ്, ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യന്റ്. ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. എന്തില്? ഫുഡ് ഗ്രെയിൻസിൽ അല്ലേ. നമ്മൾ ഇവിടെ തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, അപ്പൊ വേറെ രാജ്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇന്ത്യയുടെ മാർക്കറ്റഡ് സർപ്ലസ് കൂടി. അതായത് കൃഷിക്കാർക്ക് വേണ്ടതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റും അല്ലേ. സോ മാർക്കറ്റഡ് സർപ്ലസ് കൂടി, അപ്പൊ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. പിന്നെന്താ? റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് ഫുഡ് എയ്ഡ്. നമുക്ക് വേറെ ആയതിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ. ഇമ്പോർട്ട്സ് അവിടെ കുറഞ്ഞു. പിന്നെ ഫുഡ് എയ്ഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ രാജ്യത്തിനെ ആശ്രയിക്കുന്നത് അവിടെ കുറഞ്ഞു. പിന്നെ റെഡ്യൂസ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ബെനിഫിറ്റിംഗ് പുവർ പീപ്പിൾ. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ ഗ്രീൻ റെവല്യൂഷന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ വില കുറഞ്ഞപ്പോൾ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വാങ്ങാൻ സാധിച്ചു. പിന്നെ എനേബിൾഡ് ദ ഗവൺമെന്റ് ടു ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക്. ഗവൺമെന്റിന് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി? എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേ? ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവിടെ ഗുണം? എന്താ? ഫുഡിന്റെ കുറവ് വരുമ്പോൾ, ഫുഡ് ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. പിന്നെ ഇറ്റ് എനേബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു പുവർ. പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താ ഈ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചു ത്രൂ PDS, റേഷൻ കടകൾ പോലുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ജനങ്ങൾക്ക് ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സെറ്റാണ് മക്കളെ? ചോദിക്കാറുണ്ട്. സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ഡെഫിഷ്യൻസീസ് ആണ് കേട്ടോ, ഡീമെറിറ്റ്സ്. ഈ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായ ദോഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? റിച്ചും പുവർ ഫാമേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്പാരിറ്റി, ആ ഒരു ഗ്യാപ്പില്ലേ, അത് കൂടി എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഭയങ്കര ചെലവാ. അപ്പൊ അത് പുവർ ഫാമേഴ്സിന് എന്താ അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ വന്നപ്പോൾ റിച്ച് ഫാമേഴ്സ് ആണ് കൂടുതൽ ഇതിന് ബെനിഫിറ്റ് കിട്ടി തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഡിസ്പാരിറ്റി, ഇവ തമ്മിലുള്ള ഗ്യാപ്പ്, റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഗ്യാപ്പ് അവിടെ കൂടുകയാണ് ഉണ്ടായത്.
അതാണ് ഫസ്റ്റ് ഡെഫിഷ്യൻസി. രണ്ടാമത്തെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ HYV ക്രോപ്സ് ഒക്കെ ഇല്ലേ? HYV ക്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻസെക്ട്സും പെസ്റ്റും ഒക്കെ ചേർന്ന് ഈ HYV ക്രോപ്സിനെ എന്താണ് നശിപ്പിക്കാൻ തുടങ്ങി, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ കൂടുതലായിട്ട് കെമിക്കൽസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് സോയിലിനെ പോയിസൺ ചെയ്യും അല്ലേ? സോയിലിന് അത് ഗുണം ചെയ്യില്ല. സോയിലിന് ഫെർട്ടിലിറ്റി ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫേസിൽ ഗ്രീൻ റെവല്യൂഷൻ തുടങ്ങിയ ആ ഒരു സമയത്ത് ഇത് എന്തായിരുന്നു? ഇതൊരു വീറ്റ് റെവല്യൂഷൻ മാത്രമായിരുന്നു. വീറ്റിന്റെ പ്രൊഡക്ഷൻ മാത്രമാണ് കൂടിയത്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് എന്താ? നമ്മൾ കൂടുതൽ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചപ്പോഴത്തേക്കും അവിടെ എന്തുണ്ടായി? തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. ഇതൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷന്റെ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. സെറ്റാണോ മക്കളെ? പോരായ്മകൾ മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. അതിന്റെ ഇൻഗ്രീഡിയൻസ് പഠിക്കണം, മെറിറ്റ്സ് പഠിക്കണം, ഡീമെറിറ്റ്സ് പഠിക്കണം. ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചറൽ സബ്സിഡീസ് ആണ്. അപ്പൊ അഗ്രികൾച്ചർ സബ്സിഡി എന്തിനായിരിക്കും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാവുക? ഈ പറഞ്ഞ ഗ്രീൻ റെവല്യൂഷന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടി നല്ല ചെലവാണെന്ന് പറഞ്ഞു അല്ലേ? സോ അതുകൊണ്ടാണ് ഇവിടെ ഗവൺമെന്റ് അഗ്രികൾച്ചറൽ സബ്സിഡീസ് കൊടുത്തത്. അപ്പൊ ഈ HYV സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിന് ലോൺ കൊടുത്തു. ലോൺ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഇതൊക്കെ എന്താ കുറഞ്ഞ പ്രൈസിന്, ചീപ്പ് റേറ്റിന് എന്താണ് ഗവൺമെന്റ് കൊടുത്തു ഫാമേഴ്സിന്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് കൊടുത്തു എന്നുള്ള രീതിയിൽ മാത്രം ഇതിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. കുറഞ്ഞ നിരക്കിൽ സബ്സിഡൈസ് റേറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാമേഴ്സിന് ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഇപ്പൊ സബ്സിഡി കൊടുക്കുന്നത് നല്ലതാണോ? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ദ ഇഷ്യൂ ഈസ് ദ സബ്സിഡി ജസ്റ്റിഫൈഡ്? സബ്സിഡി ന്യായമാണോ? കൊടുക്കണോ? കൊടുക്കണ്ടയോ? ഇതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതായത് സബ്സിഡി നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സബ്സിഡീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിബേറ്റ് ഓവർ സബ്സിഡി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും വരാറൊന്നുമില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സബ്സിഡീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? കൂടുതൽ ആൾക്കാർ നമുക്ക് കൃഷിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അല്ലെ? കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? സബ്സിഡീസ് എസെൻഷ്യൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നാ പറയുന്നത്. കാരണം എന്താ? ഈ ഫാമേഴ്സിന് ഗ്രീൻ റെവല്യൂഷന്റെ പുതിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങണമെങ്കിൽ എന്താ? സബ്സിഡീസ് കൂടിയേ മതിയാവും. കാരണം അതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻകറേജ് ഫാമേഴ്സ്. ഈ പുതിയ മെത്തേഡ് ട്രൈ ചെയ്യണമെങ്കിൽ ഫാമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ സബ്സിഡി കൊടുത്തേ മതിയാകും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സബ്സിഡീസ് ഇന്നെവിറ്റബിൾ ആണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം എന്താ? ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ കൃഷി എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ ബിസിനസ് ആണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ക്ലൈമറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് കൃഷി നശിഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫാമേഴ്സിന് ഒരുപാട് നഷ്ടം ഉണ്ടാവും അല്ലെ? സോ നഷ്ടം നികത്താൻ വേണ്ടി സബ്സിഡീസ് എന്തായാലും ഉണ്ടാവണം. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സിഡീസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. പക്ഷെ നിർബന്ധമായിട്ട് ചോദിക്കണം എന്നില്ല, പക്ഷെ കുറെ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാം. ഈ സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സും അതുപോലെ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റും ആണ് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ആയിട്ട്. അപ്പൊ സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് നോക്കിയില്ല. അതിന്റെ ബാക്കിയാണ് റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള ആ ഡിസ്പാരിറ്റി കുറയുമെന്ന് പറയുന്നത്. സബ്സിഡീസ് കൊടുത്തു കഴിഞ്ഞാൽ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാമല്ലോ. സോ അങ്ങനെ വരുമ്പോൾ ഈ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വരുമെന്ന് പറയുന്നുണ്ട്. അത് സപ്പോർട്ടിങ് ആർഗ്യുമെന്റ് ആണ്. പിന്നെ സബ്സിഡീസ് പ്രൊവൈഡ് ഗ്രേറ്റ് റിലീഫ് ടു ഫാമേഴ്സ് ടു ഓവർകം. അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന വെതർ കണ്ടീഷൻ, പെട്ടെന്നൊരു മഴ പെയ്ത് വെള്ളപ്പൊക്കമൊക്കെ വന്ന് ആകെ കൃഷി നശിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമേഴ്സിന് അതൊരു ഗുണം ചെയ്യും അല്ലേ? സോ അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സബ്സിഡീസ് ഹെൽപ്പ് ടു സ്പ്രെഡ് എഗ്രികൾച്ചർ ആൻഡ് ടു ഇൻക്രീസ് എഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അത് എഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാനും എഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടാനും ഒക്കെ സബ്സിഡീസ് ഒരുപാട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സിൽ ഏതെങ്കിലും 4 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇനി നമുക്ക് സപ്പോർട്ടിങ് അല്ലാത്ത ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആർഗ്യുമെന്റ്സ് എഗെയിൻ സബ്സിഡീസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത്? റിച്ച് ഫാമേഴ്സ് കോർണർ ദ സബ്സിഡി. അതായത് കൂടുതൽ ഈ സബ്സിഡി കിട്ടുന്നത് ആർക്കാന്നാ പറയുന്നത്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാന്നാ പറയുന്നത്. അപ്പൊ അത് ഒരു ഡിഫക്റ്റ് ആണ്. പിന്നെ മേജർ പാർട്ട് ഓഫ് ദി ഫെർട്ടിലൈസർ സബ്സിഡി ആർക്കാ പോകുന്നത്? ഈ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിക്കാണ് ഈ ഫെർട്ടിലൈസർ സബ്സിഡി പോകുന്നത്, അല്ലാതെ ഫാമേഴ്സിനല്ല.
പിന്നെ സബ്സിഡീസ് എന്താ, ഇറ്റ് നീഡ് നോട്ട് ബി ഗിവൺ വൺസ്. ഈ പുതിയ ടെക്നോളജി ഇല്ലേ ഗ്രീൻ റെവല്യൂഷൻ, അത് ഒരിക്കൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ പ്രൊഡക്ഷനൊക്കെ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നീട് സബ്സിഡി കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് 3 പോയിന്റ്സ്. ഇനിയുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് ഗവൺമെന്റിന് ഒരുപാട് പണം നഷ്ടാവുന്ന പറയണം ഇങ്ങനെ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ. അതാണ് ഈ പോയിന്റ്സ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫെയിലർ ഇൻ അലോക്കേഷൻ ഓഫ് സബ്സിഡീസ്, അതായത് ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ബെനിഫിഷ്യറീസ് ഉണ്ടല്ലോ, പുവർ ഫാമേഴ്സിനാണ് ശരിക്കും സബ്സിഡി കിട്ടേണ്ടത് അല്ലേ. സോ അങ്ങനെയുള്ള റിയൽ ബെനിഫിഷ്യറീസിലേക്ക് ഈ സബ്സിഡി പോകുന്നില്ല, അതാണ് മറ്റൊരു ഡിഫക്റ്റ്. പിന്നെ ഇങ്ങനെ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് അതിൻ്റെയൊക്കെ ശരിക്കുള്ള മൂല്യം ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് അല്ലെ. സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറഞ്ഞ റേറ്റിനല്ലേ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറെ വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ റിയൽ ആയിട്ടുള്ള വാല്യൂ അറിയാതെ പോകും ഈ ഫാമേഴ്സ് ഇങ്ങനെ സബ്സിഡി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെയാണ് സബ്സിഡീസിന്റെ എഗെയിൻസ്റ്റ് വരുന്ന ആർഗ്യുമെന്റ്സ് കേട്ടോ. അപ്പൊ ഒരു 4 പോയിന്റ്സ് വെച്ച് സപ്പോർട്ടിങ്ങും എഗെയിൻസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ ഇമ്പാക്ട് ആണ്. നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഇമ്പാക്ട് കണ്ടു, ഇനി 5 ഇയർ പ്ലാൻസ് വന്നപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇമ്പാക്ട് ആണ് നോക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരുമ്പോൾ എന്താ ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ്, ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിന് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ലായിരുന്നു അല്ലെ. കൺട്രി പൂവർ ആയത്, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പബ്ലിക് സെക്ടറിനാണ് കൊടുത്തിരുന്നത്. പക്ഷെ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ മാർക്കറ്റ് ഇസ് ലേഡ് ഡൗൺ ഇൻഡസ്ട്രിയൽ പോളിസി. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ള എന്താ, ഈ 5 ഇയർ പ്ലാൻ വന്നപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ മാറ്റം എന്താ, ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആ ഇൻഡസ്ട്രിയൽ പോളിസി ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അവിടെയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് വരുന്നത്. എന്താ, IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ മക്കളെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ IPR 1956 എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പൊ ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ 1956 ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി വന്നത്. ആൻഡ് ഈ ഒരു പോളിസി വന്നപ്പോൾ ഇത് ആദ്യം അഡോപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ എന്തായിരുന്നു, കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഈ കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഇല്ലേ, ഈ എന്താ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഒക്കെ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് അതിന്റെ അധികാരം പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാനിലായിരുന്നു ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇനി മെയിൻ ആയിട്ട് IPR വന്നപ്പോൾ ഇൻഡസ്ട്രീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായി. അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇവിടെ ആ പ്രിൻസിപ്പിളിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ IPR വന്നപ്പോൾ ഇൻഡസ്ട്രീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് മക്കളെ ക്ലാസിഫിക്കേഷൻ? നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്, ഗവൺമെന്റിന് മാത്രം കുറച്ച് ഇൻഡസ്ട്രീസ് കൊടുത്തു, അതാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരുമിച്ചുള്ളതാണ്, കോ എക്സിസ്റ്റ് ചെയ്യണം, 2 പേർക്കും കൂടി ഇൻഡസ്ട്രീസ് കുറച്ച് കൊടുത്തു, അതാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് തേർഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ആർക്ക് കൊടുത്തു? പ്രൈവറ്റുകാർക്ക് കൊടുത്തു. പ്രൈവറ്റുകാർക്ക് കൊടുത്തെങ്കിലും അവിടെ അത് കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കണമൊക്കെ ആരാണ്? ഈ സ്റ്റേറ്റ് തന്നെയാണ്, ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് IPR ചോദിച്ചാൽ എഴുതേണ്ടത് കേട്ടോ, ഇൻഡസ്ട്രിയുടെ 3 ക്ലാസിഫിക്കേഷൻ. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഏതാ നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ കുറിച്ച്. ഇപ്പൊ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ, അതായത് ചെറുകിട വ്യവസായങ്ങളാണ്. അപ്പൊ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരെന്താ? 1 വേർഡ് ചോദിക്കാം, കാർവേ കമ്മിറ്റിയാണ്. 1955 ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ഓക്കെ, എന്തിനാണ് രൂപീകരിച്ചത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറച്ചും കൂടി അധികം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്, എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രീനെ സ്മോൾ സ്കെയിൽ എന്നും ലാർജ് സ്കെയിൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ആ കമ്മിറ്റിയുടെ പേര് ഓർത്ത് വെക്കുക. ആൻഡ് മാക്സിമം ഒരു 5 lakh ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനീസിനെ ആയിരുന്നു നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് 1 crore, മാക്സിമം 1 crore വരെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇൻഡസ്ട്രീസ് നമ്മൾ എന്ത് വിളിക്കും? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കും. ആൻഡ് ചില ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ, ഉൽപാദനം നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്
റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഗുഡ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്നുള്ളത്. ഇപ്പൊ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ. ആർക്ക്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്. എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? അവരെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റിസർവേഷൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാർവേ കമ്മിറ്റിനെ കുറിച്ചും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ളതും പിന്നെ പ്രൊഡക്ഷൻ റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, സിഗ്നിഫിക്കൻസ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ആദ്യം പറയുന്നത് എന്താ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് കുറച്ച് ക്യാപിറ്റൽ മതി അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് കുറവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ? നമുക്ക് കുറച്ച് ക്യാപിറ്റൽ മതി. പിന്നെ ലേബർ ഇന്റൻസീവ് ആണ്, അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ജോലി അവിടെ കിട്ടും. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്താ? ലോക്കലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്? വില്ലേജ് ഡെവലപ്മെന്റിന് സഹായിക്കും. കാരണം അവിടേക്കാണ് ഈ ചെറുകിട വ്യവസായങ്ങൾ കൂടുതലും ഉണ്ടാവുക. പിന്നെ വരുന്നത് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നുണ്ട്. നേച്ചറിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഹാം ചെയ്യാത്ത രീതിയിലുള്ള ഉൽപ്പാദനമാണ് അവിടെ നടക്കുന്നത്. പിന്നെ ദേ യൂസ് എഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. കാർഷിക ഉൽപ്പന്നങ്ങളാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് അവർ കൂടുതലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കാർഷിക മേഖലയുടെ വികസനത്തിനും ഈ ചെറുകിട വ്യവസായങ്ങൾ സഹായിക്കും. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ഇമ്പോർട്ടൻസ് എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. കേട്ടോ അടുത്ത സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഡ്രോബാക്ക് ആണ്, പോരായ്മകൾ. നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തൊക്കെയാണ്? ഈ സബ്സിഡീസ് ഒക്കെ ഒരുപാട് ഇവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഗവൺമെന്റിന് അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആവണമെന്നാ പറയുന്നത്. ഗവൺമെന്റിന് ഒരു ബേർഡൻ ആയിട്ട് മാറുവാണ്. ചെലവ് കൂടുതലല്ലേ? പിന്നെ ഒരുപാട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്താൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിക്ക് എന്താ? അത് അവരെ ബാധിക്കും. പിന്നെ കുറെ ഇൻഡസ്ട്രീസ് എന്താണ്? ബാക്ക്വേർഡ് ഏരിയാസിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പവർ ഷോർട്ടേജ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് ഇല്ലാത്ത അവസ്ഥ, പിന്നെ പ്രോപ്പർ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ കുറവ്. ഇതൊക്കെയാണ് എന്താ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡ്രോബാക്ക്, പോരായ്മകൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രേഡിനെ കുറിച്ചാണ്, ട്രേഡ് പോളിസിനെ കുറിച്ചാണ്. ഇപ്പൊ ട്രേഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതായത് ഇമ്പോർട്ട്സിന് പകരം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് തന്നെ ഡൊമസ്റ്റിക് കൺട്രിയിൽ തന്നെ വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഈ ഫസ്റ്റ് പോയിന്റ് അതാണ് ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. ആൻഡ് ഇതിന്റെ എയിം എന്താണ്? നമ്മളുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് പിന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ കോമ്പറ്റീഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു നയം കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നടത്തുക, ഇമ്പോർട്ട് കുറയ്ക്കുക, അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രേഡ് പോളിസി നോക്കാം. ഒന്ന് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ടാരിഫും കോട്ടാസും ആണ്. ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ടാക്സ് ആണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ്. ഇമ്പോസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഈടാക്കുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടാക്സ് ആണ് ടാരിഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ടാക്സ് ഏർപ്പെടുത്തി നമ്മൾ ഇമ്പോർട്ട് കുറയ്ക്കും അല്ലെ? അപ്പൊ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ടാരിഫ് കൂട്ടിയത്. പിന്നെ കോട്ടാസ് എന്ന് പറയുന്നത് അത് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ആണ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ അളവിൽ ഏർപ്പെടുത്തുന്ന ഒരു നിയന്ത്രണമാണ് എന്ത്? കോട്ടാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും, നമ്മൾ അധിക അളവിൽ ഇമ്പോർട്ട് ചെയ്യില്ല. ഇതാണ് ടാരിഫും കോട്ട എന്ന് പറയുന്നത്. അതിന് ഡിഫറൻസ് മനസ്സിലായല്ലോ? ടാരിഫ് ഡ്യൂട്ടീസ് ആണ്, കോട്ടാസ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ആണ്. സെറ്റ് ആണല്ലോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ട്രേഡ് പോളിസി. ഒരു ട്രേഡ് പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കാം. 3 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ പോളിസീസ് ഒക്കെ കണ്ടു, IPR ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ ഇത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്തതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്, അതിന്റെ ഗുണങ്ങളാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. എന്താണ്? കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടി എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇൻക്രീസ്, വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കെയിം ഹൈലി ഡൈവേഴ്സിഫൈഡ്. നല്ല രീതിയിൽ കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ വികസിച്ചു. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഗ്രോത്ത് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്ലാനിങ് 5 ഇയർ പ്ലാൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ
ഓക്കെ, സെറ്റ് ആണോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇമ്പാക്ട് ആണ് കേട്ടോ 5 ഇയർ പ്ലാൻസിന്റെ ഇമ്പാക്ട് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. സെറ്റ് അല്ലേ? ഒന്ന് കൈവിശിക്കേ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്തത് നമുക്ക് ഡെഫിഷ്യൻസീസ് ആണ് നോക്കാനുള്ളത്. അതായത് 5 ഇയർ പ്ലാൻസും അങ്ങനെ പുതിയ പുതിയ പോളിസീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ പോരായ്മകൾ, ഡെഫിഷ്യൻസീസ് ആണ്. അപ്പോൾ നമുക്കൊരു ലൈസൻസ് വന്നു, ലൈസൻസ് പെർമിറ്റ് രാജ്, ഒരു ലൈസൻസിങ് സിസ്റ്റം വന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ അവിടെ എന്താണ്, അവിടെ ഇറ്റ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്, കറപ്ഷൻ, അഴിമതിയൊക്കെ കൂടി എന്നാണ് പറയുന്നത്. പിന്നെ പബ്ലിക് സെക്ടർ എന്താ, പബ്ലിക് സെക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തത്. പക്ഷെ പബ്ലിക് സെക്ടറിന് എന്താ ഭയങ്കര നഷ്ടമാണ്, ഹ്യൂജ് ലോസ് ആണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ റിസർവേഷൻ കൊടുത്തിരുന്നു, പബ്ലിക് സെക്ടറിനും കുറെ ഗുഡ്സിന്റെ റിസർവേഷൻ കൊടുത്തിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല, പബ്ലിക് സെക്ടർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അവരുടെ പെർഫോമൻസ് വളരെ പുവർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പബ്ലിക് സെക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്, ലൈസൻസിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്തത് നീതി ആയോഗാണ്. ഇവിടെ നിങ്ങൾ ഇത് ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്ലാനിംഗ് കമ്മീഷന്റെ വേറൊരു പേരാണ് നീതി ആയോഗ് എന്ന് മനസ്സിലാക്കുക. ജനുവരി 1, 2015 2015 പ്ലാനിംഗ് കമ്മീഷൻ മാറി നീതി ആയോഗ് ആയെന്ന് ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 2 ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞു പോയായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ, ലാൻഡ് റിഫോംസ്, സബ്സിഡീസ് ഒക്കെയാണ്, ട്രേഡ് പോളിസിയും. അപ്പൊ നിങ്ങൾ എല്ലാ ടോപ്പിക്സും ഒക്കെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ആണ് കേട്ടോ. പോവേർട്ടി ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 3 നോക്കാം. ഓക്കെ, അപ്പൊ പോവേർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പോവേർട്ടി എന്താണെന്ന് നമ്മൾ പഠിക്കണം അല്ലെ. എന്താണ് പോവേർട്ടി എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാത്തൊരവസ്ഥയിലാണ്. അതിന് പോലും ഉള്ള പണം നമ്മളുടെ കൈവശം ഇല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും? പോവേർട്ടി എന്ന് വിളിക്കും അല്ലെ. ആ ഒരു സിറ്റുവേഷനെ, ഈ ഒരു ഡെഫിനിഷൻ എല്ലാവരും ഓർത്തിരിക്കുക. പോവേർട്ടി എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഇൻ വിച്ച് പീപ്പിൾ ഡു നോട്ട് ഹാവ് ഇനഫ് ഇൻകം. എന്തിനാ? ടു ഫുൾഫിൽ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ഇപ്പോൾ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതുപോലെ അടിസ്ഥാനമായി വേണ്ട കാര്യങ്ങൾ പോലും വാങ്ങാനുള്ള പണം കൈവശം ഇല്ലെങ്കിൽ ആ അവസ്ഥയെ എന്ത് വിളിക്കും? പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയും അല്ലേ. എല്ലാവർക്കും അറിയാലോ ഇത് അല്ലേ മക്കളെ? അറിയില്ലേ? കൈവശിക്കേ. യെസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഒന്നുമില്ല, റൂറൽ പൂവർ ഉണ്ട്, അർബൻ പൂവർ ഉണ്ട്. റൂറൽ പൂവർ എന്ന് പറയുമ്പോൾ ഭൂമി ഇല്ലാത്ത, ലാൻഡ്ലെസ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആണ്. അർബൻ ഏരിയാസിൽ നമ്മൾ കാണുന്ന പൂർ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ബെഗേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്, റാക്ക് പിക്കേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് വർക്കേഴ്സ് വരും. അതൊക്കെയാണ് നമ്മൾ അർബൻ ഏരിയാസിൽ കാണുന്ന പൂർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് നോക്കി അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ പീപ്പിൾ ആണ്. ഇത് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ദരിദ്രരായിട്ടുള്ള ജനങ്ങളുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? അവർക്ക് വേണ്ട വരുമാനം ഉണ്ടാവില്ല അല്ലെ, ലോ ഇൻകം. അതുപോലെ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. അവർക്ക് സ്വന്തമായി ആസ്തികളൊന്നും ഉണ്ടാവില്ല, ലോ അസറ്റ്സ്. പിന്നെ ഇൻഡെപ്റ്റഡ്നെസ്, കടം. പിന്നെ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ, സെക്ടറിലായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് പിന്നെന്താ, മെജോറിറ്റി ഓഫ് SC/ST ആർ പുവർ. പിന്നെ ഇൻഡെപ്റ്റഡ്നെസ്, ഇലിറ്ററസി, ഇൽ ഹെൽത്ത്. ഇങ്ങനെ കുറേ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ വരുന്നുണ്ടാവുമല്ലോ ഇല്ലേ മക്കളെ? നിങ്ങൾക്ക് അറിയില്ലേ ഇത്? അറിയാമെങ്കിൽ കൈവശിക്കേ. ഇതുപോലെ കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം അതിനകത്ത്. ഓക്കെ, ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ തോന്നുന്ന പോലെ എഴുതാൻ പാടില്ല, പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ ഫീച്ചേഴ്സ് ആയിരിക്കണം അത്. ഓക്കെ, എന്ത് ചെയ്യണം? ഓക്കെ മക്കളെ, ഇനി നിങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തോളൂ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പോവർട്ടിയുടെ ബാക്കി പോർഷൻസിലേക്ക് പോകാം. എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്, ഹൗ ആർ ദ പുവർ ഐഡന്റിഫൈഡ്. അപ്പൊ എങ്ങനെയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ അതിനുവേണ്ടി ഇൻഡിപെൻഡൻസിന് മുന്നേ ദാദാഭായ് നവറോജി ആണ് ഏറ്റവും ആദ്യം അത് കണ്ടുപിടിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് അല്ലെ. സോ അദ്ദേഹം കണ്ടുപിടിച്ചത് പോവർട്ടി ലൈനിലൂടെയാണ്. സോ പോവർട്ടി ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് കേട്ടോ. അപ്പൊ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. കുറെ പ്രാവശ്യം വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുമ്പോൾ ജയിലിലുള്ള പ്രിസണറിന്റെ ചെലവാണ് അദ്ദേഹം നോക്കിയത്.
ഓക്കെ, അത് വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ദാദാഭായ് നവറോജിയുടെ ആണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അടുത്തതെന്ന് പറഞ്ഞത് 1962 പ്ലാനിംഗ് കമ്മീഷൻ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്തു. പിന്നെ 1989 2002 ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്തു. പിന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ വക ഇതൊക്കെ എന്തിനാ? പോവർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടുകളാണ് ഇതൊക്കെ. ദാദാഭായ് നവറോജി കൂടാണ്ട് പ്ലാനിംഗ് കമ്മീഷന്റെ വക ഒരു സ്റ്റഡി ഗ്രൂപ്പും എക്സ്പേർട്ട് ഗ്രൂപ്പും ഒക്കെ ഫോം ചെയ്യണ്ടായി. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, വെറുതെ വായിച്ചു വിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പോവർട്ടി ലൈൻ ആണ്. പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് എന്താ? ഒരു ഇമാജിനറി ലൈൻ ആണ് അല്ലെ. പോപ്പുലേഷനെ പൂർ എന്നും നോൺ പൂർ എന്നും ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ കട്ട് ഓഫ് പോയിന്റ് ആണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻകത്തിന്റെ ബേസിസിലാണെങ്കിൽ നമ്മളൊരു മിനിമം ഇൻകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ ആണെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ, അതിന്റെ മുകളിലാണെങ്കിൽ എബോവ് പോവർട്ടി ലൈൻ എന്ന് പറയും. ആൻഡ് വേറൊരു രീതി എന്ന് പറയുന്നത് മിനിമം കാലറി ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പൊ കാലറീസ് എത്ര എടുക്കുന്നുണ്ട്, എത്ര ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിനിമം കാലറി ഇൻടേക്ക് നോക്കുവാണെങ്കിൽ റൂറൽ ഏരിയാസിൽ എത്രയാണ്? 2400 ആണെങ്കിൽ ഏർബൺ ഏരിയാസിൽ 2100 ആണ്. ഇതിന്റെ കാരണം എന്താ? റൂറൽ ഏരിയാസിൽ കൂടാൻ കാരണം എന്താ? റൂറൽ ഏരിയാസിലെ ആളുകളാണ് കൂടുതൽ ഹെവി ആയിട്ടുള്ള ഭാരമുള്ള ജോലികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താ? കൂടുതൽ കാലറി വേണം. അതാണ്. പിന്നെ ഡോളർ പോവർട്ടി ലൈൻ എന്ന കോൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. ഈ കാലറീസിന്റെ കേസ് നിങ്ങൾ പഠിക്കാം. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കാറ്റഗറീസ് ഓഫ് പൂർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഡയഗ്രാം ചോദിക്കാറുണ്ട്. അപ്പൊ വിത്ത് ഡയഗ്രാം പഠിക്കാം കേട്ടോ. ഓൾവേസ് പൂർ, യൂഷ്വലി പൂർ, ചേർണിംഗ് പൂർ, ഒക്കേഷണലി പൂർ, നെവർ പൂർ. 5 കാറ്റഗറിയാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഈ ഗ്രാഫിനനുസരിച്ച് നിങ്ങൾ നോക്കാം കേട്ടോ. ഈ ഓൾവേസ് പൂറിനെ യൂഷ്വലി പൂർ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ക്രോണിക് പൂർ എന്നാണ്. ചേർണിംഗ് പൂറിനെയും ഒക്കേഷണലി പൂറിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് ട്രാൻസിയന്റ് പൂർ. അപ്പൊ ഇത് ഓരോ കാറ്റഗറീസും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പഠിക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഹെഡ് കൗണ്ട് റേഷ്യോ ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് എന്താന്ന് നോക്കുക. എന്താണ് ഹെഡ് കൗണ്ട് റേഷ്യോ? എത്ര ആളുകൾ പൂർ ആയിട്ടുണ്ട്, നമ്പർ ഓഫ് പൂർ ഡിവൈഡഡ് ബൈ എന്താ? ടോട്ടൽ പോപ്പുലേഷൻ. അതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പൂർ ടു ടോട്ടൽ പോപ്പുലേഷൻ. ആൻഡ് ഇവിടെ നമ്മൾ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോവർട്ടിയുടെ ഒഫീഷ്യൽ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. എങ്ങാനും 1 വേർഡ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. യെസ്, ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത ടോപ്പിക് എന്താ മക്കളെ? കോസസ് ഓഫ് പോവർട്ടി ആണ്. പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ച ഫീച്ചേഴ്സ് ഒക്കെ ഇല്ലേ? അതിലെ കുറെ പോയിന്റ്സ് നമുക്ക് ഇവിടെയും എഴുതാം. ലോ ഇൻകം, പിന്നെ മൈഗ്രേഷൻ ഒരു കാരണമാണ്. പിന്നെ പുവർ പീപ്പിൾ ഹു ബിലോങ് ടു SC ST, അവർക്ക് പ്രത്യേകിച്ച് അധികം സ്കില്ലുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇലിട്രസി, സാക്ഷരത ഇല്ലായ്മ. പിന്നെ കൊളോണിയൽ റൂൾ നമ്മൾ ഇന്ത്യനെ പാടെ തകർത്തു, നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. സോ അതൊക്കെ എന്താണ്? പോവർട്ടി ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്, കോസസ് ആണ്. ഇനിയും കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അതിന്റെ ബാക്കി നോക്കാം. അസറ്റ്സ് ഇല്ല, ലാക്ക് ഓഫ് അസറ്റ്സ്, അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ, ഇനിക്വാലിറ്റി കേട്ടോ, അസമത്വം, പിന്നെ ഐസൊലേഷൻ ഒറ്റപ്പെടല്, പിന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, പിന്നെ ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം. ഇതൊക്കെ എന്താണ്? പോവർട്ടി ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്, കോസസ് ആണ് കേട്ടോ. അപ്പൊ കോസസ് ചോദിക്കാറുണ്ട്, 1, 2, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കുറച്ച് പോയിന്റ്സ്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. 3 അപ്രോച്ചസ് ടു പോവർട്ടി അലിവേഷൻ. ഇപ്പൊ പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ ഈ 3 അപ്രോച്ചുകൾ. ഏതൊക്കെയാണ് 3 അപ്രോച്ചുകൾ? ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. ഓക്കെ, ഇതിൽ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ചിൽ എന്താ പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ? അതിന്റെ ഗുണം, അതിന്റെ ബെനിഫിറ്റ് താഴത്തേക്ക് അല്ലെ പുവർ ആയിട്ടുള്ള ജനങ്ങളിലേക്കും അരിച്ചരിച്ച് ഇറങ്ങും എന്നാണ് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട തിയറി എന്താ? ട്രിക്കിൾ ഡൗൺ തിയറി ആണ് കേട്ടോ. ഈ ഒരു പോയിന്റിൽ അത് പറയുന്നുണ്ട്. ആൻഡ് പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് എന്താ വേണ്ട? ഗ്രോത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ഒരു അപ്രോച്ച് അത്രയും എഫക്റ്റീവ് ആയിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? ഇവിടെ ട്രിക്കിൾ ഡൗൺ തിയറി ഓർത്തിരിക്കുക. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ.
അപ്പൊ ഇനി അടുത്ത് നമുക്ക് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ് പറയാനുള്ളത്. ഇവിടെ 3rd 5-year പ്ലാൻ തൊട്ടാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് എന്താണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പുള്ളപ്പ് തിയറി ആണ്. പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ജനങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരാം, പുള്ള് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെ? കുറെ തൊഴിലവസരങ്ങൾ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വഴി. ഓക്കെ, അതാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ആ പേര് വായിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. എംപ്ലോയ്മെന്റ് ജനറേഷൻ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് ആണ്. അതായത് അടിസ്ഥാനമായിട്ട് വേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ്, വാട്ടർ സപ്ലൈ. സോ ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താ എക്സ്പെൻസ് എന്താ ചെയ്യാം, മീൻസ് എക്സ്പെൻഡിച്ചർ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പുവർ ആയിട്ടുള്ള ആളുകളുടെ എന്താ ജീവിത നിലവാരം ഉയരും എന്നാണ് പറയുന്നത്. ഇംപ്രൂവ് ആവും, ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ആവും എന്നാണ് പറയുന്നത്. ഇത് 5-year പ്ലാനിലാണ് ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. സെറ്റാണ് മക്കളെ? സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇപ്പൊ 3 അപ്രോച്ചുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. 3 മാർക്ക് 4 മാർക്കിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. പിന്നെ വേണമെങ്കിൽ എന്താ എസ് എ ക്വസ്റ്റിന്റെ ഒപ്പം ഒരുമിച്ച് ചോദിക്കാം. പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമിന്റെ ഒപ്പം വേണമെങ്കിൽ ഇതും കൂടി ചോദിക്കാം. ഓക്കെ, പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എസ് എ ടോപ്പിക് ആണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ് എ ടോപ്പിക് ആണിത്. ഇപ്പൊ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ്. പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ആദ്യം തന്നെ നിങ്ങൾ എഴുതാ. ഇതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഏതൊക്കെയാണ്? സെൽഫ് എംപ്ലോയ്മെന്റ് ഓർ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, സ്വയം തൊഴിലും അതുപോലെ വേതനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലും ഉള്ള അവസരങ്ങൾ അതൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാം. പിന്നെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഇത് 3ആണ് ക്ലാസിഫിക്കേഷൻ കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തെ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ഉണ്ടാവും. കുറെ പുതിയ പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിൽ പുതിയ പുതിയ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏതാണോ പഠിച്ചത് ആ പ്രോഗ്രാംസ് പഠിക്കുക കേട്ടോ. ഇപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് കീഴിൽ നിങ്ങൾ ഒരു 4 പ്രോഗ്രാംസ് എങ്കിലും മാക്സിമം നിങ്ങൾ പഠിച്ചു വെക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമിന്റെ എയിം, ലക്ഷ്യം എന്താ, അങ്ങനെ ഒരു സെന്റൻസും കൂടി ഓരോ പ്രോഗ്രാമിന്റെ ഉള്ളിലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. എസ് എ പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇവിടെ കുറെ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ പഠിച്ച പ്രോഗ്രാംസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ മക്കൾ? സെറ്റ് ആണെങ്കിൽ കൈവശിക്കേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രോഗ്രാംസിലോട്ട് പോകാം. അപ്പൊ ഇത് അതിന്റെ ബാക്കിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ് കീഴിൽ വരുന്ന PMRY, NRY അതിന്റെയൊക്കെ എന്താ ലക്ഷ്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോ പ്രോഗ്രാമിന്റെ ഉള്ളിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ഒരുപാട് പഠിക്കണ്ട. യെസ്, മാറ്റിക്കും. നെക്സ്റ്റ് അടുത്ത ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് അല്ലേ. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിന്റെ അടിയിലും നിങ്ങൾ ഇതുപോലെ ഒരു 4 5 ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിക്കുക. അവിടെയും എന്താ ഈ ഓരോ പ്രോഗ്രാമിന്റെ ഉള്ളിലും എന്താണ് ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ 3 ക്ലാസിഫിക്കേഷനുള്ളിൽ നിങ്ങൾ 4 പ്രോഗ്രാംസ് വെച്ച് മാക്സിമം പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ഇല്ലേ? അത് ഏതാണ്? സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ് ഇനി നമുക്കുള്ളത്. അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്. അപ്പൊ ഒരു 4 പ്രോഗ്രാംസ് ഓരോന്നിന്റെ ഉള്ളിൽ നിങ്ങൾ പഠിക്കുക. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ 3ന്റെ ഉള്ളിൽ 4 പ്രോഗ്രാംസ് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ എസ് എ പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് എസ് എ ക്വസ്റ്റൻ ആണ് ഈ ഒരു ചാപ്റ്ററിലെ. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 4ാമത്തെ പാഠമായ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മനസ്സിലായല്ലോ. പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമും 3 അപ്രോച്ചും ആണ് ഇമ്പോർട്ടന്റ്. പിന്നെ കോസസും ഒക്കെ ചോദിക്കാം. പിന്നെ കുറച്ച് 1 വേർഡുകളൊക്കെ ഉണ്ട്. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് 3ാമത്തെ ചാപ്റ്റർ നോക്കാം കേട്ടോ. നമ്മൾ 3ാമത്തെ ചാപ്റ്റർ നേരത്തെ നോക്കിയില്ലല്ലോ. അപ്പൊ 3ാമത്തെ ചാപ്റ്റർ എടുത്തോളൂ എല്ലാവരും. 3rd ചാപ്റ്റർ കേട്ടോ, നമ്മൾ LPGയുടെ ചാപ്റ്റർ. സോ 3rd ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ 3 പോളിസീസിനെ കുറിച്ചാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. അപ്പൊ ഇവിടെ എക്കണോമിക് റിഫോംസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. കുറെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനിടയായ കാരണങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. അതാണിത്, ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി ഫ്രം 1951 to 1991. അപ്പൊ ഈ ഒരു ടൈമിൽ, അതായത് നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചില്ലേ, 2nd ചാപ്റ്ററിൽ കൊണ്ടുവന്ന കുറെ പോളിസീസിന്റെ പോരായ്മകൾ കൊണ്ടാണ് നമ്മൾ
1991 എന്താ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞ LPG കൊണ്ടുവന്നത്. സോ ഈ കാലങ്ങൾ ഓരോന്നും നിങ്ങൾ പഠിക്കുക. എന്താണിത്? ലാർജ് ഇൻവെസ്റ്റ്മെന്റ്, വലിയ വലിയ നിക്ഷേപങ്ങൾ നമ്മൾ തടഞ്ഞിരുന്നു. പിന്നെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ നമ്മൾ തടഞ്ഞു, റെസ്ട്രിക്ട് ചെയ്തിരുന്നു. പിന്നെ പ്രൈവറ്റ് സെക്ടറിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പിന്നെ ടാക്സ് റേറ്റ്, നികുതിയൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ കൂട്ടി, ഇമ്പോർട്ടിലെ ടാക്സ് ഒക്കെ കൂട്ടി. പിന്നെ പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പിന്നെ MRTP എന്ന് പറഞ്ഞ ആക്ട്, ഫെറ എന്ന് പറഞ്ഞ ആക്ട്, ഈ രണ്ട് ആക്ടും എന്താണ്? വലിയ വലിയ നിക്ഷേപങ്ങളെയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ തടഞ്ഞ ആക്ടുകളായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ NEP ഉണ്ടാവാനിടയായ കാരണങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ. അതായത് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാവാനുള്ള എന്താ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവിശിക്കേ. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. യെസ്, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ്, എക്കണോമിക് ക്രൈസിസ്. ഇപ്പൊ 90s ഒക്കെ ആയപ്പോൾ നമുക്ക് സാമ്പത്തികമായി നമ്മൾ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. പെട്രോളത്തിന്റെ പ്രൈസ് ഒക്കെ കൂടാൻ തുടങ്ങി. ഒരു ഓയിൽ ക്രൈസിസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ പെട്രോളത്തിന്റെ പ്രൈസ് ഒക്കെ ഇവിടെ കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഫോറിൻ കറൻസിയിലൊക്കെ ഷോർട്ടേജ് ഉണ്ടായി. നമ്മൾ വിദേശ നാണയങ്ങൾ ഇവിടെ എന്താണ് കരുതലായിട്ട് വെക്കും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നമ്മളുടെ രാജ്യത്ത് ഉണ്ടാവും. അതൊക്കെ കുറഞ്ഞു. അത് $1 മില്യൺ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ആ ഒരു ടൈമിൽ നേരിട്ട എക്കണോമിക് ക്രൈസിസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നാലും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ അപ്പൊ അടുത്ത നോക്കുക, ഇന്റർനാഷണൽ ബാങ്ക്സ് പോലും നമുക്ക് ആ സമയത്ത് വായ്പ തന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ആ സമയമാണ്. അപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടി ലോണൊന്നും ഇന്റർനാഷണൽ ബാങ്ക്സ് പോലും നമുക്ക് തന്നില്ല, കാരണം നമുക്ക് അത്രയും കടമാണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഫൈനലി നമ്മൾ ഈ IBRD, വേൾഡ് ബാങ്ക്, IMF പോലെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിച്ചു. എന്തിനാ? ലോണിന് വേണ്ടിയിട്ട്. സോ അവർ ലോൺ തരാന്ന് എഗ്രി ചെയ്തു. അവർ എത്ര തരാന്ന് പറഞ്ഞു? $7 ബില്യൺ തരാന്ന് പറഞ്ഞു. കുറെ കണ്ടീഷൻസും വെച്ചു. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോൺ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ വെച്ച കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പൊ കണ്ടീഷൻസ് ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. IMFും വേൾഡ് ബാങ്കും പറഞ്ഞ കണ്ടീഷൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരിക്കുക. എന്താണ് ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഇന്ത്യൻ എക്കോണമിയെ തുറക്കുക, ഓപ്പൺ എക്കോണമി ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഗവൺമെന്റിന്റെ കുറെ തടസ്സങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റുക. പിന്നെ ഇന്റർനാഷണൽ ട്രേഡിൽ, നമ്മുടെ വ്യാപാരത്തിൽ, കച്ചവടത്തിലൊക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ടിലൊക്കെ കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്യുവാണെങ്കിൽ ലോൺ തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇതൊക്കെ എഗ്രി ചെയ്തു, നമുക്ക് ലോൺ കിട്ടുകയും ചെയ്തു കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ കൈവിശിക്കേ. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്. എന്താണത്? ഗവൺമെന്റ് എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. എപ്പോ? 1991. ഇയർ ഓർത്ത് വെക്കാട്ടോ. ന്യൂ എക്കണോമിക് പോളിസി, NEPയുടെ ഇയർ 1991 ആണ്. അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് 1991 എന്ന് ചോദിച്ചാലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. സോ ഇവിടെ രണ്ട് ഭാഗമുണ്ട്, രണ്ട് പാർട്ട് ഉണ്ട് ഈ പ്രോഗ്രാമിന്, ഈ NEPക്ക്. ഏതൊക്കെയാ? ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷറും ഒന്ന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമും. ഇത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? സ്റ്റെബിലൈസേഷൻ മെഷർ എന്താ നോക്കാം. അപ്പൊ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ എക്കോണമിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടേമിലേക്ക് വേണ്ടി മാത്രം എടുത്ത ഒരു പ്രോഗ്രാമാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് ടേമിലേക്ക് വേണ്ടി മാത്രം കേട്ടോ. അപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം എടുത്ത ഒരു മെഷറാണ് സ്റ്റെബിലൈസേഷൻ മെഷർ എന്ന് പറയുന്നത്. ജസ്റ്റ് അത് എന്താന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് SAP എന്താന്ന് നോക്കാം. സാപ്പ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്താണ്? ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ സ്ട്രക്ചറിനെ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, അങ്ങനെ ഓരോ സെക്ടറിനെയും അതിന്റെ മൊത്തം കാര്യങ്ങൾ മാറ്റി മറക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് ഈ SAPയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. ഇത് ലോങ് ടേമിലേക്കുള്ളതാണ്. ഇതിലാണ് നമ്മളുടെ LPG വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ സാപ്പിൽ വരുന്ന മെഷേഴ്സ് ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പൊ നമുക്ക് അത് നോക്കിയാലോ ഓരോന്നായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ലിബറലൈസേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഉദാരവൽക്കരണം? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണിത്. അപ്പൊ എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുക. എന്താണ്?
ലിബറേറ്റിംഗ് ദി ഇക്കോണമീനെ ഒന്ന് എന്താ ലിബറേറ്റ് ചെയ്യുക, ഒന്ന് ഫ്രീ ആക്കുക. എന്താ ഗവൺമെന്റിന്റെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലേ, അതെല്ലാം എടുത്തു മാറ്റി എക്കോണമീനെ ഫ്രീ ആക്കുക. അതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റി. അപ്പൊ ലൈസൻസ് പെർമിറ്റ് രാജ് എന്ന് പറഞ്ഞ ലൈസൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം ഇവിടെ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ലിബറലൈസേഷൻ വന്നപ്പോൾ ഓരോ സെക്ടേഴ്സിലും ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ 5 സെക്ടേഴ്സിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് 5 സെക്ടേഴ്സ്? ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, പിന്നെ ടാക്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇതിൽ ഓരോന്നും വരുന്ന ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ പോളിസിയുടെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം എക്സാമിന്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ലിബറലൈസേഷൻ എഴുതാ, പിന്നെ ലിബറലൈസേഷൻ കുറെ സെക്ടേഴ്സിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതാ. ഈ ഓരോ സെക്ടേഴ്സിന്റെയും ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കാം കേട്ടോ. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊണ്ടുവന്ന മാറ്റം എന്താ? ഡീ ലൈസൻസിങ്. അതായത് ലൈസൻസിങ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ, ആ ലൈസൻസിങ് ഒക്കെ എടുത്തു മാറ്റി. 2-3 ഇൻഡസ്ട്രീസിന് മാത്രം ലൈസൻസിങ് ഏർപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന് ലൈസൻസിങ് ഒക്കെ എടുത്തു മാറ്റിയതാണ് ഡീ ലൈസൻസിങ്. ഡീ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പബ്ലിക് ഗുഡ്സിന് കുറച്ച് ഗുഡ്സിന്റെ റിസർവേഷൻ കൊടുത്തിരുന്നു, പബ്ലിക് സെക്ടറിന്. ആ റിസർവേഷൻ ഒക്കെ എടുത്തു മാറ്റി. അതാണ് ഡീ റിസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡീ റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, സ്മോൾ സ്കെയിൽ സെക്ടറിന് എന്താ കുറച്ച് ഗുഡ്സ് റിസർവ് ചെയ്ത് കൊടുത്തില്ലേ, ആ റിസർവേഷനും എടുത്തു മാറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ MRTP, ഫെറ പോലുള്ള ആക്ടുകളൊക്കെ നിർത്തലാക്കി, അമെൻഡ് ചെയ്തു. ഓക്കെ, അതിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഈ ഓരോ പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് എഴുതേണ്ടി വരും, സെപ്പറേറ്റ് ചോദിച്ചാൽ. അതെന്തൊക്കെയാണെന്ന് കാണിക്കാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. നെക്സ്റ്റ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡീ ലൈസൻസിങ് നിർത്തലാക്കി. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. കുറച്ച് ഇൻഡസ്ട്രീസിന് മാത്രം ലൈസൻസിങ് ഏർപ്പെടുത്തിയത് ബാക്കിയുള്ള ലൈസൻസും ഒക്കെ നിർത്തലാക്കി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. ഇനി അടുത്ത നോക്കാം. ഡീ റിസർവേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്, നമ്മൾ പബ്ലിക് സെക്ടറിന് കുറച്ച് ഗുഡ്സ് റിസർവ് ചെയ്ത് കൊടുത്തിരുന്നു, ആ റിസർവേഷൻസ് ഒക്കെ എടുത്ത് മാറ്റി എന്നാണ് ഡീ റിസർവേഷനിൽ പറയുന്നത്. സെറ്റ് അല്ലേ? സെറ്റാണെങ്കിൽ കൈവശിക്കേ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ഡീ റിസർവേഷൻ ഓഫ് എന്താ ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ ആണ്. ഇതുപോലെ സ്മോൾ സ്കെയിൽ സെക്ടറിന് കൊടുത്ത റിസർവേഷനും എടുത്ത് മാറ്റിയതാണ് ഡീ റിസർവേഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ? അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. ഈ 2 ആക്ടുകൾ അമെൻഡ് ചെയ്തു, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നേരത്തെ തടഞ്ഞിരുന്നു, അതൊക്കെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് പറ്റും, അതിനൊക്കെ എലൗവ് ചെയ്തു. അതാണ് അമെൻമെന്റ് ഓഫ് MRTPയിലും ഫെറയിലും പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത സെക്ടർ എന്താ? ഫിനാൻഷ്യൽ സെക്ടർ ആണ് കേട്ടോ. ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെയാണ്? ബാങ്കുകൾക്ക് ബ്രാഞ്ചിന് ലൈസൻസിങ് ഏർപ്പെടുത്തിയിരുന്നു, അത് നിർത്തലാക്കി. പിന്നെ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സിന് എന്താ അവരെ അലൗവ് ചെയ്തു. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ലെൻഡ് ചെയ്യാനുള്ള റേറ്റ് അതൊക്കെ വെട്ടിക്കുറച്ചു. പിന്നെ CRR SLR ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. CRR SLRന്റെ റേറ്റ് ഒക്കെ എന്താണ് കുറച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ന്യൂ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് കമ്പനി, അങ്ങനെയുള്ള കമ്പനികളൊക്കെ എന്താണ് എൻകറേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറച്ച് ലിബറലൈസ് ചെയ്തു, കുറച്ച് ഫ്രീ ആക്കി. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും കൂടി എൻകറേജ് ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇത് എല്ലാ പോയിന്റും പഠിക്കണം എന്നില്ല, ഒരു 4-5 പോയിന്റ്സ് പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ 2 സെക്ടർ കഴിഞ്ഞു. എന്തൊക്കെ? ഇൻഡസ്ട്രിയലും ഫിനാൻഷ്യൽ സെക്ടറും. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ടാക്സ് റിഫോംസ് ആണ്. അപ്പൊ ലിബറലൈസേഷൻ വന്നപ്പോൾ ടാക്സിലുണ്ടായ മാറ്റങ്ങൾ. ടാക്സ് എല്ലാം വെട്ടിക്കുറച്ചു, എല്ലാ ടാക്സും, പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, GST കൊണ്ടുവന്നതാണ് കേട്ടോ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബാക്കി എല്ലാ ടാക്സുകളും കുറച്ചു, അതിന്റെ നിരക്ക് കുറച്ചു. സെറ്റ് അല്ലേ? ഇത് എളുപ്പമാണ്, ഇത് വേണമെങ്കിൽ എല്ലാം പഠിച്ചോളും. ഓക്കെ, സെറ്റ് ആണല്ലോ? കൈവശിക്കേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ അടുത്ത് എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ് കേട്ടോ. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്തൊക്കെയാണ്? നമ്മളുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചു. മൂല്യം കുറയ്ക്കാന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൂല്യം കുറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഡീവാലുവേഷൻ എന്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, 1 വേർഡ് ചോദിച്ചാലോ. പിന്നെ നമ്മളുടെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എൻകറേജ് ചെയ്തു. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, നമ്മളുടെ ഇവിടെ നിന്ന് പോകുന്ന ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ പ്രിവെന്റ് ചെയ്തു, അതിനെ തടഞ്ഞു. ക്യാപിറ്റൽ ഇൻഫ്ലോ, ഇങ്ങോട്ട് കൊടുക്കുന്ന പണം നമ്മൾ എന്താ എൻകറേജ് ചെയ്തു. പിന്നെ RBI ആയിരുന്നു, ഇത് ഫിക്സ്ഡ് അല്ല കേട്ടോ, ഫിക്സഡ് ആണ്. RBI ആയിരുന്നു നേരത്തെ നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ്.
തീരുമാനിച്ചിരുന്നത്. അത് പക്ഷേ മാറി ആരായി? മാർക്കറ്റായി. മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയി മാറി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ്. RBI തീരുമാനിച്ചിരുന്നത് ഇപ്പൊ ആര് തീരുമാനിക്കുന്നു? ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്ന് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നു. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, $1 ഇത്ര രൂപ, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിന്റെ എന്താ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. അപ്പൊ അടുത്തത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ്. ട്രേഡിലും അതുപോലെ ഇൻവെസ്റ്റ്മെന്റിലും ഉണ്ടായ മാറ്റങ്ങൾ. ഇമ്പോർട്ട് ലിബറലൈസ് ചെയ്തു. അതായത് നേരത്തെ ഇമ്പോർട്ടിലൊക്കെ കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു മാറ്റി. കോട്ട റിമൂവ് ചെയ്തു. കോട്ട എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇമ്പോർട്ടിലുള്ള ടാക്സ്, ഡ്യൂട്ടീസ് അത് കുറച്ചു. ഇമ്പോർട്ടിൽ ഏർപ്പെടുത്തിയിരുന്ന ലൈസൻസിങ് ഇല്ലാതാക്കി, അബോളിഷ് ചെയ്തു. പിന്നെ ചില ഗുഡ്സിന്റെ കേസ് മാത്രം, ചില ഇൻഡസ്ട്രീസിന്റെ മാത്രം ലൈസൻസിങ് നിർത്തലാക്കിയിട്ടില്ല, ചിലത് മാത്രം നിർത്തലാക്കിയുള്ളൂ കേട്ടോ. പിന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, എക്സ്പോർട്ടിന് മുകളിലുള്ള ടാക്സ് അതും റിമൂവ് ചെയ്തു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് തീരുമാനിച്ചിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ഇപ്പൊ മാറി. നേരത്തെ RBI ആയിരുന്നു, ഇപ്പൊ മാർക്കറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് കേട്ടോ. സെറ്റ് ആണല്ലോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ലിബറലൈസേഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഓരോ സെക്ടേഴ്സും സെപ്പറേറ്റ് എടുത്ത് എഴുതാം. ഇനി അടുത്തതാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള മാറ്റം, അതാണ് എന്ത്? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓണർഷിപ്പ് ഒക്കെ ആരിലേക്ക് പോകുന്നു? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലേക്ക് പോകുന്നു. പിന്നെ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രൈവറ്റൈസേഷൻ കൊണ്ടുണ്ടായ ഒരു കാര്യമാണ് എന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നും കൂടി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അത് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്താണത്? ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇൻഡസ്ട്രിയുടെ ഷെയറിന്റെ ഒരു ഭാഗം മാത്രം എന്താണ് പ്രൈവറ്റുകാർക്ക് കൊടുക്കാം, സെല് ചെയ്യുക. അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് കുറെ എയിംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അടുത്ത നവരത്നാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ PSU എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണല്ലേ. പബ്ലിക്കിന്റെ കീഴിൽ വരുന്ന എന്താ സ്ഥാപനങ്ങളാണ്. സോ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വർ മാനേജ്ഡ് വെൽ ആൻഡ് മേക്കിംഗ് പ്രോഫിറ്റ്സ്. അവർക്ക് എന്താ? അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് ഓട്ടോണമി കൊടുത്തു. അങ്ങ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ഭരണമാണ് അല്ലേ. സോ ഓട്ടോണമി കിട്ടിയപ്പോൾ എന്താണ്? അങ്ങനെ കിട്ടിയ കുറെ കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസ് നമ്മൾ എന്താ? നവരത്ന എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് ആക്കി മാറ്റി. നവം എന്ന് പറഞ്ഞാൽ എന്താ? 9 അല്ലേ. സോ 9 ഇൻഡസ്ട്രീസ് ആണ് ഈ നവരത്നസിന്റെ കീഴിൽ വരുന്നത്. ആ ഇൻഡസ്ട്രീസിന്റെ പേരൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഇതൊക്കെയാണ് നവരത്നാസിന്റെ അവിടെ വരുന്ന 9 ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഗ്ലോബലൈസേഷൻ. അപ്പൊ എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ ഇന്റഗ്രേഷൻ എമംഗ് പീപ്പിൾ അല്ലെ. രാജ്യങ്ങൾ, പല ഭാഗത്തുള്ള ജനങ്ങള്, അതുപോലെ കമ്പനീസ്, ഗവൺമെന്റ്സ്, അതെല്ലാവരും കൂടി എന്താ അവിടെ ഇന്ററാക്ട് ചെയ്യുവാണ് അല്ലെ. ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആണ്, ഇന്റഗ്രേഷൻ സംഭവിക്കുന്നു. അതിനെയാണ് ഗ്ലോബലൈസേഷൻ നമ്മൾ വിളിക്കുക, ആഗോളവൽക്കരണം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ഇനി ഗ്ലോബലൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലോസർ ഇന്റിഗ്രേഷൻ ആണ്. രാജ്യങ്ങൾ തമ്മിൽ കുറച്ചും കൂടി അധികം ബന്ധം അവിടെ സ്ഥാപിക്കുക, ക്ലോസർ ഇന്റിഗ്രേഷൻ. പിന്നെ ഫ്രീ ആയിട്ട് ഗുഡ്സും സാധനങ്ങൾ അതുപോലെ സേവനങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് രാജ്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുക. പിന്നെ ക്യാപിറ്റൽ ഫ്ലോ ചെയ്യുക, നോളജ് ഫ്ലോ ചെയ്യുക, ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഇതൊക്കെയാണ് എന്ത്? ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാർക്കറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവുകയാണ് അല്ലെ. നമുക്ക് ഫോറിൻ ഗുഡ്സും കിട്ടുന്നുണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സും കിട്ടുന്നുണ്ട് അല്ലെ. ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്താന്ന് പഠിക്കുക, പിന്നെ ഈ 3 പോയിന്റ്സും കൂടി പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ഗ്ലോബലൈസേഷനായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഔട്ട്സോഴ്സിങ്. ഇതും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ് അല്ലെ. വേറെ രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ പുറമേ നിന്ന് നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ നമ്മൾ എടുക്കാം, സ്വീകരിക്കുക, സോഴ്സ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ആണ് ഗ്ലോബലൈസേഷന്റെ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് എന്ത്? ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിന്ന്
ഔട്ട്സോഴ്സ് ചെയ്യുന്നു. നമ്മളുടെ ഇവിടെ നിന്ന് സേവനങ്ങൾ അവർ സ്വീകരിക്കുന്നു. അതാണ് ഔട്ട്സോഴ്സിങ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ. ആൻഡ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷൻ ആണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഹ്യൂജ് പൂൾ ഓഫ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഇന്ത്യയിൽ മനുഷ്യവിഭവം, നല്ല സ്കില്ലുള്ള മനുഷ്യവിഭവം ഇന്ത്യയിൽ കൂടുതലാണ്. അതാണ് ഒരു കാരണം. പിന്നെ ലോ വേജ് റേറ്റിന്, കുറഞ്ഞ വേതനത്തിന് വർക്ക് ചെയ്യാൻ ആൾക്കാർ നമ്മളുടെ ഇവിടെ ഉണ്ട്. പിന്നെ പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യനെ ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പറയാൻ കാരണം. ഓക്കെ, മേജർ ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഇവിടെ അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്താണെന്ന് പഠിക്കുക, അതുപോലെ ഈ 3 കാരണങ്ങൾ പഠിക്കുക, ഇന്ത്യനെ എന്തുകൊണ്ട് ഔട്ട്സോഴ്സിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അടുത്ത WTO ആണ്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. WTO എന്ന് പറയുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ട റൂൾസും കാര്യങ്ങളൊക്കെ എന്താണ് ഡീൽ ചെയ്യുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ പേര് GATT എന്നായിരുന്നു. ആൻഡ് അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? GATT 1948 WTO ആയത് എപ്പോഴാണ്? 1995 ഈ ഇയർ ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. WTO മെയിൻ ആയിട്ട് പഠിക്കേണ്ട എന്തെന്നാണ്? അതിന്റെ എയിംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. എയിംസ് ഓഫ് WTO ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് എയിംസ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം ഉണ്ടായിരിക്കണം. പിന്നെ മൾട്ടിലാറ്ററൽ ട്രേഡ് ആണ്. 2 രാജ്യങ്ങൾ തമ്മിലല്ല, കുറേ രാജ്യങ്ങൾ തമ്മിലാണ് അല്ലേ. ആ റൂൾ ബേസ്ഡ് ഒരു റൂൾ ഉണ്ടായിരിക്കുക. ആ റൂളിന്റെ അടിസ്ഥാനത്തിലാണ് ട്രേഡിംഗ് നടക്കുക. പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിങ് ട്രേഡ് ആൻഡ് സർവീസ്. അപ്പൊ ബാങ്കിങ്, ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യത്തിലും ട്രേഡ് ഉണ്ടാവണം. ഗുഡ്സിൽ മാത്രമല്ല സർവീസിലും ട്രേഡ് ഉണ്ടാവണം എന്നുള്ളത്. പിന്നെ ടാരിഫ്, നോൺ ടാരിഫ് ബാരിയേഴ്സ് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ എടുത്തു മാറ്റാം. പിന്നെ ട്രിംസ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പൊ ഈ 2 ട്രിംസ് എന്ന് പറയുമ്പോൾ ട്രേഡ് പോളിസീസ് ഒക്കെ അടങ്ങുന്ന ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെയാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ WTOന്റെ എയിംസ്. ഇതെല്ലാം പഠിച്ചില്ലെങ്കിലും ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കാം കേട്ടോ. 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഇപ്പോഴത്തെ ഇന്ത്യൻ GDP ആഫ്റ്റർ എക്കണോമിക് റിഫോംസ് ആണ്. ഈ എക്കണോമിക് റിഫോംസിൽ LPG അതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇന്ത്യയുടെ GDPയിൽ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ത്യയുടെ GDPയിൽ എന്താണ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്ത്യയുടെ GDP വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏത് സെക്ടറാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് ആഫ്റ്റർ എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ. ഗ്രോത്തും എംപ്ലോയ്മെന്റ് എങ്ങനെയായിരുന്നു എക്കണോമിക് റിഫോംസിന് ശേഷം? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ജോബ്ലെസ് ഗ്രോത്ത് ആണ് കേട്ടോ. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക, ജോബ്ലെസ് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ച ഉണ്ടായി ഈ LPG കൊണ്ടുവന്നപ്പോൾ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. പക്ഷെ അവിടെ എന്തില്ല? ജോബിൽ ഗ്രോത്ത് ഇല്ല, അധികം തൊഴിലവസരങ്ങൾ ഉണ്ടായില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജോബ്ലെസ് ഗ്രോത്ത് എന്ന് വിളിക്കുക. ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ വേറൊരു ചാപ്റ്ററിലും പഠിക്കും. സോ അവിടെ കറക്റ്റ് ആയിട്ട് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പഠിച്ചാലും മതി. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ കൈവശിക്കേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇനി അഗ്രികൾച്ചർ സെക്ടറിലെ റിഫോംസ് ആണ്. നമ്മൾ ഓൾറെഡി റിഫോംസ് LPG പഠിച്ചു അല്ലേ. അത് എന്തൊക്കെ മാറ്റങ്ങളാണ് അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്കണോമിക് റിഫോംസും ഹൈ ഗ്രോത്ത് റേറ്റ് ഓഫ് GDP ഹാവ് അഗ്രികൾച്ചർ സെക്ടറിനെ ബെനിഫിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഈ എക്കണോമിക് റിഫോംസ് LPG കാർഷിക മേഖലയെ ബെനിഫിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, ആ ഇമ്പാക്ട് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് വായിച്ചു നോക്കാം, സ്കിപ്പ് ചെയ്യണ്ട, വെറുതെ വായിച്ചു നോക്കിയേക്കാം. അടുത്താണ് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഇൻ അഗ്രികൾച്ചർ. അതായത് ഈ പറയുന്ന LPG വന്നതിൽ പിന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഡിക്ലൈൻ ഇൻ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായില്ല ഈ അഗ്രികൾച്ചർ സെക്ടറിൽ. പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ റെഡ്യൂസ് ചെയ്തു അല്ലെ ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അങ്ങനെ വന്നപ്പോൾ ഇമ്പോർട്ടുകൾ ധാരാളമായിട്ട് കൂടി. പിന്നെ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻപുട്ടുകളുടെ പ്രൈസ് കൂടി. അപ്പൊ എന്ത് പറ്റി? ചെലവ് കൂടി അല്ലേ, കൃഷി ചെയ്യാനുള്ള ചെലവ് കൂടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കൂടി. പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ പ്രൈസ് അവിടെ കൂടി എന്നാണ് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ മാറി, ഈ ഷിഫ്റ്റ് ഫ്രം ഡൊമസ്റ്റിക് ടു എക്സ്പോർട്ട് മാർക്കറ്റ്. നമ്മുടെ ഇവിടെ നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന വരെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇതൊക്കെയാണ് കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഓക്കെ അല്ലേ? യെസ്, അടുത്ത സ്ലൈഡ്. അപ്പൊ അടുത്ത റിഫോംസ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യൻ എക്കോണമി ആണ്. റിഫോംസ് വന്നതിൽ പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല.
അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് മാറ്റാണ്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്രിറ്റിസിസം ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോളിസി ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തിന്റെ ആ പ്രൈവറ്റൈസേഷന്റെ ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. അതായത് പബ്ലിക്കിന്റെ കീഴിൽ വരുന്ന കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഒരു ഭാഗം ആർക്ക് കൊടുക്കുക, പ്രൈവറ്റുകാർക്ക് കൊടുക്കുക. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത റിഫോംസ് ഓഫ് ഫിസ്ക്കൽ പോളിസീസ് ഡ്യൂറിങ് എക്കണോമിക് റിഫോംസ്. ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ടാക്സ് എക്സ്പെൻഡിച്ചർ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെന്റ് ടാക്സ് കുറച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താ, ടാക്സ് ഇൻസെന്റീവ്സ് വർ ഗിവൺ ടു ഫോറിൻ ഇൻവെസ്റ്റർ. നേരത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ ഇപ്പൊ ടാക്സ് ഒക്കെ ഗവൺമെന്റ് വെട്ടി കുറച്ച് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കൂട്ടി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ആണ് കേട്ടോ ഫിസ്ക്കൽ പോളിസി, അത് ഓർത്ത് വെച്ചാൽ മതി. ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എക്കണോമിക് റിഫോംസ് വന്നതിൽ പിന്നെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും വെറുതെ ഒന്ന് വായിച്ചു വിട്ടേക്ക് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മനസ്സിലായല്ലോ ഈ ചാപ്റ്ററിലെ. WTOയുടെ എയിംസ് നോക്കണം. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അത് മൂന്നും നോക്കാം. ലിബറലൈസേഷനിൽ കുറേ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്, അത് ഫുൾ നോക്കാം. പിന്നെ ഔട്ട്സോഴ്സിങ്, പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നമ്മളുടെ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഫസ്റ്റ് 3 ചാപ്റ്റർ ആയിരുന്നു വലുത്, പിന്നെ 14 കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ജിഷ്ണു സാർ എടുത്തു തരും. ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് ഇരിക്കട്ടോ. വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് 2-3 ചാട്ടമൊക്കെ ചാടിയിട്ട് ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5, 6, 7, 8 ഇല്ല കേട്ടോ, 9, 10 ഈ 5 4 ഉള്ളൂ. പക്ഷെ 5 ഉണ്ട്, പക്ഷെ 4 ചാപ്റ്ററിന്റെ പവറേ ഉള്ളൂ. വളരെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പിടികിട്ടിക്കാണോ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഒരു തർക്കവും വേണ്ട, ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. എന്താണ് സോഴ്സസ്? ഹ്യൂമൻ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ സോഴ്സസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം, കുടിയേറ്റം, അറിവ്, ഇത്തരം കാര്യങ്ങളാണ്. അതിനകത്ത് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടാവണം. എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ ഡിസൈറബിൾ ആകുന്നു? എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ദെൻ ഹെൽത്ത് എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ WHO അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഏതെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് ഹെൽത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ഫണ്ട് നമ്മൾ മാറ്റി വെക്കുന്നു, ഹെൽത്തിന്റെ പ്രാധാന്യം എന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജോലി ചെയ്യുന്നതോടൊപ്പം നമുക്ക് ട്രെയിനിങ് നൽകുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ മൈഗ്രേഷൻ എന്താണ്? എല്ലാവർക്കും അറിയാം. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം. നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് വരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലോട്ട് പോകുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു? മൈഗ്രേഷൻ എന്ന് പറയും. കാരണം ഓരോരുത്തരുടെയും ലൈഫ്, അതായത് അവൻ്റെ കഴിവ് വളർത്തിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ചിലപ്പോൾ മദർ ലാൻഡിൽ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷ്വാസ്നേഗർ ഓസ്ട്രിയക്കാരനാണ്, പക്ഷെ അയാളുടെ കരിയർ കണ്ടെത്തിയത് US-ലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പലരുടെയും പാരന്റ് ചിലപ്പോൾ കേരളത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നതും ചിലപ്പോൾ ജീവിക്കുന്നതും വല്ല UAE-ലോ ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് റീസൺ ഫോർ മൈഗ്രേഷൻ ഒക്കെ ഓൺവേർഡിൽ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈഗ്രേഷന് വരുന്ന ചിലവ് എന്താണെന്നാണ്. സാധ്യത അങ്ങനെ അധികം ഒന്നും ഞാൻ ചോദ്യത്തിൽ കണ്ടിട്ടില്ല. എങ്കിൽ പോലും മൈഗ്രേഷൻ എന്ത് ചിലവ് നിങ്ങൾക്ക് അറിയാം. യാത്ര ചെയ്യാൻ ചിലവുണ്ട് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ജോബിനെ കുറിച്ച് അറിയണം, അവിടെ എന്ത് ജോലിയാണുള്ളത്, അവിടുത്തെ സാധ്യത എന്താണ് അല്ലേ? അല്ലെങ്കിൽ അവിടെ നമുക്ക് ജീവിക്കാനുള്ള ചിലവുണ്ട് അല്ലേ? ആസ് വെൽ ആസ് അവിടെ നമ്മൾ സെപ്പറേറ്റ് ആവുകയാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലെ റെന്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വീടിൻ്റെ ലോൺ അടയ്ക്കേണ്ടി വരും. ആസ് വെൽ ആസ് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ ഫ്ലാറ്റ് റെന്റ് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമല്ലേ? പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. വീട്ടിലാവുന്നുണ്ടെങ്കിൽ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഇത്തിരി മുളകും എന്തെങ്കിലും അല്ലേ, ഡെലിവറി സാറൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ ഇത് അവിടെ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ലാസ്റ്റ് ഒരു കാര്യം കൂടിയാണ് ഇൻഫോർമേഷൻ. നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി ആയിക്കോട്ടെ, മറ്റു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം, അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയണം. അതിന് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരും. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫോർമേഷൻ.
ഇൻഫോർമേഷൻ കറക്റ്റ് പ്രോപ്പർ ആണ്, റെലവെന്റ് ആണെന്ന് കാണുമ്പോഴാണ് നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലൊരു വ്യത്യാസമാണ്. ഒരു ടേബിള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽ, അത് തമ്മിലുള്ള വ്യത്യാസം. അതിനകത്ത് സിമിലാരിറ്റീസ് ആദ്യം നോക്കുക. ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള സിമിലാരിറ്റീസ്, എന്തൊക്കെ സിമിലാരിറ്റി ഉണ്ട്? ഹ്യൂമൻ ക്യാപിറ്റൽ ആണെങ്കിലും ഫിസിക്കൽ ക്യാപിറ്റൽ ആണെങ്കിലും ഒരു കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നിന്നാണ് വരുന്നത്, അല്ലെ? എന്താണ് കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? നമുക്കൊരു ഒരു 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 ഓണ്ടർപ്രണർഷിപ്പ്, ഈ ഓണ്ടർപ്രണർഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു കോൺഷ്യസ് ഡിസിഷൻ വേണം. അതിന് ഹ്യൂമൻ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. എന്ത്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിസിക്കൽ ക്യാപിറ്റലും അത്യാവശ്യമാണ്. പിന്നെ രണ്ടും എന്താ പറയുക, മൊബൈൽ ബിറ്റ്വീൻ ദ കൺട്രീസ് വിത്ത് സം റെസ്ട്രിക്ഷൻ. രണ്ടും കൊണ്ടുപോകാം. ഇപ്പോൾ ബെൻസ് കാർ വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാം, നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് പോകാം. ബട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനാണെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നതിനാണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിനൊക്കെ ആണെങ്കിൽ ഒരുപാട്. ഇതൊക്കെയാണ് തമ്മിൽ സിമിലാരിറ്റി. ഡിസിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് എക്കണോമിക്കൽ. ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ളൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ എക്കോണമി എത്രത്തോളം പവർഫുൾ ആണ് എന്നതിനനുസരിച്ചാണ് ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ധാരാളം കാർ ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എക്കോണമി ഒക്കെ ആണെങ്കിൽ അത്രയും കാറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഇതാണെങ്കിലോ ഹ്യൂമൻ ക്യാപിറ്റൽ ആണെങ്കിലോ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർഷ്യലി നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോൺഷ്യസ് ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രസ് ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ മോനെ പൈലറ്റ് ആക്കാൻ എനിക്ക് ആഗ്രഹം, പക്ഷെ ഞാൻ ഈ സോഷ്യൽ സർക്കംസ്റ്റാൻസിൽ അതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പൈലറ്റാ ഇതൊക്കെ നടക്കുന്ന കേസാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മാക്സിമം പോയി എവിടം വരെ പോകും സാറേ? ഒരു എഞ്ചിനീയർ അല്ലേ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, പോയി ഒരു അക്കൗണ്ടന്റ് കഴിഞ്ഞ്. അല്ലാതെ ഈ പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ പൈലറ്റാ നടപടിയാണ്. പിന്നെ ആക്കാൻ പറ്റും നമുക്ക്, എന്ത് പൈലറ്റ് ആക്കാൻ പറ്റും? നോക്കോ പൈലറ്റ് ആക്കാൻ പറ്റും, അല്ലേ? അല്ലാതെ വേറെ സാധ്യതകളൊന്നും ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മകൻ നന്നായിട്ട് കാർ റേസിംഗ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ പറയും? കാർ റേസിംഗ് ആണ്, ചെക്കൻ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിട്ടാന്ന് പറയും. അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പോണില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് വല്ല ജയിലിലെങ്ങാനും പോയി കിടക്കാം. നേരെ മറിച്ച് പുറത്ത് എവിടെയെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് വേണമെങ്കിൽ നല്ലൊരു കാർ റേസറോ ഫോർമുല 1 പോയിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചെറുക്കൻ നല്ല ഫൈറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അടിച്ച് തിരിച്ച് എവിടെയെങ്കിലും വല്ല രാഷ്ട്രീയത്തിലെങ്ങാനും പോയി കഴിഞ്ഞാൽ വല്ല വെട്ടുകേസിലൊക്കെ അങ്ങനെ പറയും. നേരെ മറിച്ച് വല്ല വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിലോ അവനെ വല്ല ബോക്സിംഗ് ഒക്കെ പഠിപ്പിച്ചോ മൈക്ക് ടൈസനെ പോലെ അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറിനെ പോലെയൊക്കെ ആവും. മനസ്സിലായില്ലേ? ഇവിടെ അതിനുള്ള സാധ്യതയില്ല. സോ ഇതാണ് തമ്മിലുള്ള ഒരു ഡിസിമിലാരിറ്റി എന്ന്. പിന്നെ ഇത് മൊബൈൽ ഞാൻ പറയട്ടെ, ഫിസിക്കൽ ക്യാപിറ്റൽ ആണെങ്കിൽ ആ പാടി എടുത്തങ്ങ് കൊണ്ടുപോകാം, മൊത്തത്തിൽ എടുത്തുകൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാർ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും? ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം മൊത്തത്തിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഫൈൻ ഓക്കെ. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും നമ്മൾ വ്യത്യാസം. ഓക്കെ, സോഴ്സസിൽ ഹെൽത്തിനും എഡ്യൂക്കേഷനും കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചേക്കണം. ഇനി റൂറൽ ഡെവലപ്മെന്റിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ റൂറൽ ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. റൂറൽ ഡെവലപ്മെന്റ് എത്രത്തോളം എന്താ പറയുക, ഹൗ റൂറൽ ഡെവലപ്മെന്റ് അറ്റൈൻ ലൈക്ക് ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് റൂറൽ ഡെവലപ്മെന്റ് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ചലഞ്ചസ് നോക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് വരിക. റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് നബാർഡ് ഉണ്ട്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, അതേപോലെ തന്നെ കുടുംബശ്രീ ഉണ്ട്. കുടുംബശ്രീ SHG എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. സാറേ നെക്സ്റ്റ് സ്ലൈഡ്. SHG എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. അപ്പോൾ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് SHG. അതിൽ SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒന്ന് പ്രത്യേകം അതിനൊന്ന് പരിഗണന കൊടുത്തു വേണം അവിടെ വായിക്കാനായിട്ട്. അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കേരളത്തിന്റെ കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു സംഭവം. ദെൻ ഇമ്പോർട്ടൻസിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാം. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണ്. ഒരു വസ്തുവിനെ നമ്മൾ വിൽപ്പന നടത്തുകയും തുടർന്ന് ആ വിൽപ്പന നടത്തിയ വസ്തു വാങ്ങിച്ച ബയർ അയാളുമല്ല കോൺടാക്ട് ആജീവനാന്തം നിലനിർത്താൻ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന എല്ലാവിധ കാര്യത്തെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. അതിന്റെ പ്രോസസ്സിംഗ് മുതൽ സെല്ലിങ് കഴിഞ്ഞ് ആഫ്റ്റർ സെല്ലിംഗ് സർവീസ് വരെ. അപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ചെടി നടുന്നത് മുതൽ
ആ ചെടിയിൽ നിന്നും തക്കാളി ഉണ്ടായി, ആ തക്കാളി മാർക്കറ്റിൽ എത്തി അത് വിൽക്കുന്നത് വരെ നടക്കുന്ന സകലമാന പ്രോസസ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് അഗ്രികൾച്ചർ മാർക്കറ്റ്. ഇത് എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് എത്താണ്ടായിട്ട് എനിക്ക് ക്ലിയർ ആക്കി തന്ന ആൾ അക്സയാണ്. അക്സനോട് ഞാനത് ചോദിച്ചപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് എനിക്കതെന്ന് പറഞ്ഞത്. മനസ്സിലായ പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ സമയത്ത്. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് മെഷേഴ്സ് ടേക്കൺ ദ ഗവൺമെന്റ് ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ മാർക്കറ്റ്. ഓൺവേർഡ്സിൽ എഴുതാവുന്ന ചോദ്യം കേട്ടോ. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. റെഗുലേറ്റഡ് മാർക്കറ്റ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. കോഓപ്പറേറ്റീവ് മാർക്കറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. പ്രൈസ് സപ്പോർട്ട്, അല്ലെ, പ്രൈസ് സപ്പോർട്ട് MSP എന്ന് പറയുന്ന മിനിമം പ്രൈസ് സപ്പോർട്ട് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കാം. ഓൺവേർഡിൽ എഴുതേണ്ട കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് ഓൾട്ടർനേറ്റീവ് ചാനൽസ്, അതൊന്ന് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്നി മണ്ടി, ഹദാസ്പർ മണ്ടി, റായ്തു ബസാർ, ഉഴവർ സന്ദൈ, ഇതൊക്കെ ഏത് സ്ഥലങ്ങളിലാണ്? അപ്പൊ അപ്നി മണ്ടി എന്ന് പറയുന്നത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ അവിടെ വരുമ്പോൾ, ഹദാസ്പർ മാണ്ടി എന്ന് പറയുന്നത് പൂനെയിലാണ്, റായ്തു ബസാർ നമ്മുടെ ഹൈദരാബാദ്, ദെൻ തെലങ്കാന അവിടെയാണെങ്കിൽ ഉഴവർ സന്ദൈ തമിഴ്നാട്ടിലാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ആനിമൽ ഹസ്ബൻഡറി നോക്കണം. അതിൽ ഓപ്പറേഷൻ ഫ്ലഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ദെൻ അടുത്തത് ബെനഫിറ്റ് 156 ബെനഫിറ്റ്സ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി. വളരെ സിമ്പിൾ ആണ്. എന്താണ് അതിന്റെ ബെനിഫിറ്റ്? ഒന്ന് സ്റ്റെബിലിറ്റി ഇൻ ഇൻകം, രണ്ട് ഫുഡ് സെക്യൂരിറ്റി, നമുക്ക് എപ്പോഴും ഭക്ഷണത്തിന് ന്യൂട്രീഷ്യസ് ഫോർ ഫാമിലി. ഇപ്പോൾ നമ്മൾ മുട്ടയാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ ഹൈലി പ്രോട്ടീൻ ആണ്, ന്യൂട്രീഷ്യസ് ഇതുണ്ട്. ദെൻ ഫിഷറീസിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, യെല്ലോ റവല്യൂഷൻ, അങ്ങനെ 160 ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, യെല്ലോ റവല്യൂഷൻ, ഗ്രേ റവല്യൂഷൻ, ബ്ലൂ റവല്യൂഷൻ, ബ്ലാക്ക് റവല്യൂഷൻ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് മക്കളെ, ഇഷ്ടം പോലെ. ഫൈനലിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കി പോയിരിക്കണം. ഇതിന് വലിയ തലയൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് നിങ്ങളെ രക്ഷിക്കുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ഈ സംഭവം പറ്റുക കേട്ടോ. ഇനി അടുത്ത ഒരു സംഭവം ഓർഗാനിക് ഫാമിങ്ങിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണെന്നും ആസ് വെൽ ആസ് അതിന്റെ പ്രോബ്ലംസ്. ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാം, അപ്പോൾ ഗുണങ്ങളുണ്ട്. ലിമിറ്റേഷൻസ് നന്നായിട്ടൊന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ലിമിറ്റേഷൻസ് എന്താണ്? ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റ് പ്രോബ്ലംസ്. അതായത് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റിയ ഒരു സ്റ്റെബിലൈസ്ഡ് മാർക്കറ്റ് നമുക്കില്ല. അതൊന്നും വാങ്ങിക്കാൻ പറ്റിയ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ബയ്യറും ഇല്ല. കാരണം ഇതിന് പല സമയത്ത് പല വിലയാണ്. ലെസ് അവയർനെസ് അബൌട്ട് ദ ഓർഗാനിക് ഫാമിംഗ്. നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ഇതിനോടൊന്നും താല്പര്യമില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചുളുങ്ങിയ തക്കാളിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഉരുണ്ടിരിക്കുന്ന തക്കാളി, നല്ല ഭംഗി വേണം കാണാൻ. അതൊക്കെ മറ്റേതിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കൂല. പിന്നെ എന്താണ്? റിലക്റ്റൻസ് ഓഫ് ദ ഫാർമേഴ്സ് ടു ഇംപ്ലിമെന്റ് ദ ഓർഗാനിക് ഫാമിംഗ്. ഇത്തിരി പണിയാണ്. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ മടി, ഇത്തിരി പണിയുള്ള കേസാണ്. ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ എടുത്ത് അതൊക്കെ വിറ്റഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു പണിയാണ്. പഴയ പോലെയൊന്നും ആൾക്കാർക്കൊന്നും അതിനൊന്നും സമയമില്ല. yield from organic farming is less than the modern. അതായത് കുഞ്ഞു സംഭവം. ഇപ്പൊ തക്കാളിക്ക് ഇത് ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത്രയും വലിയ മത്തങ്ങ പോലത്തെ തക്കാളികളപ്പോൾ അതല്ലേ പോയി എടുക്കുള്ളൂ. ഇത്രയുള്ള കുഞ്ഞു തക്കാളി ആരെങ്കിലും എടുക്കോ? ഇല്ല. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് എന്താ പറയാ, ഷോർട്ടർ ലൈഫ്, പെട്ടെന്ന് ഇത് വാടിപ്പോവും, പെട്ടെന്ന് കേടായി പോവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ദെൻ അടുത്തത് ലാസ്റ്റ് ഈ ഒരു കാര്യം കൂടെ നോക്കിയാൽ മതി. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഇൻ അഗ്രികൾച്ചർ. ഒന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ്, പിന്നെ റീഹാബിലിറ്റേഷൻ പാക്കേജ്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ലോൺസ് റിട്ടേൺ ഓഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇനി മക്കളെ, ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നേരെ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരിക. 7ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ഒക്കെ നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ മതി. വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ നിങ്ങൾ വായിച്ചാൽ മതി. ദെൻ ഈ ചാപ്റ്ററിൽ കൂടുതലും ഒരു ടേബിളൊക്കെ തരും. ആ ടേബിളൊക്കെ ഇതേപോലെയൊക്കെ തന്നിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറയും, ഒന്ന് ഈ ടേബിളിൽ റിവീൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊന്ന് വിശദമായിട്ട് കാണാൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്. അത് ആ ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് കോൺവേർട്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നുള്ളൂ. ദെൻ റീസൺ ഫോർ ദ ലോവർ പാർട്ടിസിപ്പേഷൻ ബൈ വുമൺ. സ്ത്രീകളുടെ പങ്കാളിത്തം എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളതിന് ഒരു 4 റീസൺ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം.
സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ. ഒന്ന് വുമൻസ് ലിറ്ററസി ആണ്, വളരെ കുറവാണ് ഒന്നാമത്തെ കേസ്. പിന്നെ നമ്മുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ്, മെനി വുമൻസ് വാണ്ട്സ് ദെയർ മെനി മെൻ വാണ്ട്സ് ദെയർ വുമൻസ് ആസ് ഹൗസ് വൈഫ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സ്ത്രീകൾക്കും അത് പൊതുവെ ഇഷ്ടമാണ്. പിന്നെ കൂടുതലും അർബൻ ഏരിയയിലാണ് ജോബ്, സ്ത്രീകൾക്ക് അവിടേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. ദെൻ അടുത്തത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് വർക്കേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, കാഷ്വൽ എംപ്ലോയിഡ് ഉണ്ട്, ആസ് വെൽ ആസ് റെഗുലർ സാലറീഡ് ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചോണം. കാരണം ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് രാമു ഈസ് എ ബാങ്ക് എംപ്ലോയർ, what types of job he done, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ആയിരിക്കും വരിക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് കേട്ടോ. ഇനി പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് ജോബ് ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജോബ് ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 179. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് നോട്ട് ചെയ്തിരിക്കണം, ജോബ് ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ലാസ്റ്റ്, ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റെഗുലർ സാലറീഡ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡെയിലി വേജസ്, കാഷ്വൽ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഒറ്റ കാര്യം, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ഞാൻ നിങ്ങളോട് തന്നെയാണ് ഒന്ന് ചോദിക്കാൻ പോകുന്നത്, എത്ര പേർക്ക് അറിയാമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെന്ന് വിളിച്ചോ സാറേ. ദിയ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വേണമെങ്കിൽ പറയാം, തമിഴിലും ഹിന്ദിയിലും ഒന്നും പറഞ്ഞേക്കരുത്. എന്താണ് ഈ പറഞ്ഞ പോലെ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? അത് തന്നെ, അതായത് അവരെ എബിലിറ്റി ടു ഡു ദ ജോബ്, ഡൺ ദ വർക്ക്, അവർ വേണമെങ്കിൽ ചെയ്ത് തീർക്കും, അതിനുള്ള എബിലിറ്റി അവർക്കുണ്ട് അല്ലെ, അതിനുള്ള എക്സലൻസ് ഉണ്ട്, സ്കില്ലുണ്ട്, ബട്ട് they did not get a job, അവർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് നമുക്ക് അക്സനോട് ചോദിക്കാം. അക്സ മോനെ, എന്താണ് മോനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല്? അത് തന്നെ, അതായത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 50 പേര് ജോലി ചെയ്യേണ്ടടുത്ത് ഒരു 100 പേര് ചെയ്യുന്നു, ശരിയല്ലേ? അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 20-25 പേരെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 60 പേരെ വേണമെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയാലും ആ ജോലിനെ അത് ബാധിക്കില്ല, ആ ജോലിയോടെ ഡൺ പ്രോപ്പർലി. പക്ഷെ അത് അത്രയും പേര് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നു, അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഒരാൾ ചെയ്യേണ്ട ജോലി ഇവിടെ 2 പേര് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രശ്നം, 1000 രൂപയാണ് ഈ ജോലിക്ക് കരുതി വെച്ചിരിക്കുന്നത്, 2 പേര് ചെയ്യാൻ വരുമ്പോൾ 1000 രൂപ എന്ത് ചെയ്യും, ഒരാൾക്ക് 500 മറ്റൊരാൾക്ക് 500 വെച്ച് കൊടുക്കും. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്? ആര് പറയും സീസണൽ അൺഎംപ്ലോയ്മെന്റ്? ആരാണ്? ബാഹുലെ മോനെ പറഞ്ഞോടാ, വാട്ട് ഈസ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്? പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് തന്നെ, അത്രേ ഉള്ളൂ. അതായത് അഗ്രികൾച്ചർ സീസൺ ഉള്ളപ്പോൾ കൃഷി ചെയ്യാനുള്ള അവസരമുണ്ട്, മീൻ സോവിങ് പീരീഡിൽ അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് പീരീഡിൽ, അല്ലാത്ത പണിയില്ല. ഫിഷിംഗ് അങ്ങനെ തന്നെ, മഴക്കാലമുള്ള സമയത്ത് ട്രോളിംഗ് നിരോധനം വരുമ്പോൾ ഫിഷിംഗ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ ടൂറിസം അങ്ങനെയാണ്, ടൂറിസ്റ്റുകൾ വരുന്ന സീസണിൽ ഓക്കെ, അല്ലാത്തപ്പോൾ കിട്ടൂല. അതാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ദെൻ ലാസ്റ്റ് നമുക്ക് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആരോട് ചോദിക്കണം സാറേ? പാർവണ, അപർണ, നമ്മുടെ അപർണയോട് ചോദിക്കാം. പാർവണയോട് ചോദിക്കണ്ട, അപർണയോട് ചോദിക്കാം. അപർണ മോനെ പറയടാ. അത് തന്നെ, അത്രേ ഉള്ളൂ മക്കളെ. എക്സാമിന് ചോദിക്കാൻ പോകുന്നത് അതും കൂടെ ഞാനും കൂടെ പറയാം. ടെക്നോളജി, അതായത് ഇപ്പൊ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ്, നിങ്ങൾ ബുക്കിലാണ് ജേണലും ലെഡ്ജറും അല്ലെങ്കിൽ ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കുന്ന ബുക്കിലാണ്, നിങ്ങൾക്ക് ബുക്കിൽ തയ്യാറാക്കാൻ അറിയുള്ളൂ. പക്ഷെ ഒരു കടയിൽ ചെന്നപ്പോൾ അവർ പറയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ. അപ്പൊ കമ്പ്യൂട്ടർ എനിക്ക് അറിയാൻ പാടില്ല അല്ലെ, അത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ആ ഒരു, അല്ലെങ്കിൽ ടാലി അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാപ്പ് അറിയാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് ആ ഒരു പ്രശ്നം. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഇനി അടുത്തത് ഇതിലും വലിയ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഭാവിയിൽ വരാൻ പോണത്. അപ്പോൾ നമ്മൾ പറയും അയ്യോ എനിക്ക് ടാലി അറിയാം, സാപ്പ് അറിയാം, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം എനിക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ പഠിക്കണം. അതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയെന്ന് കഴിച്ച് കാണിച്ചേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഈ ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററിൽ നോക്കണം. ഇനി 8ാമത്തെ ചാപ്റ്റർ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ല. നമുക്ക് നേരെ 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത്
ഒന്ന് ഇത് തന്നെ കേട്ടോ. എൻവയോൺമെന്റ് എന്താന്ന് വരാറില്ല, ഫാക്ടേഴ്സ്, എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സപ്ലൈ റോ മെറ്റീരിയൽസ്, അസിമിലേറ്റ് ദ വേസ്റ്റ്, അതായത് മാലിന്യ നിർമ്മാർജ്ജനം, സസ്റ്റെയിൻസ് ലൈഫ്, ജീവൻ നിലനിർത്തുന്നു, പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസ്, നമുക്ക് പ്രകൃതി നല്ല കാഴ്ചകളും മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ബീച്ചും കാടും മഞ്ഞുമലയും മരുഭൂമിയൊക്കെ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കും. ഓക്കെ, പിന്നെ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. റിന്യൂവബിൾ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ, റീന്യൂവബിൾ, വീണ്ടും പുതുക്കിയെടുക്കാൻ പറ്റുന്നതാണ് റിന്യൂവബിൾ റിസോഴ്സസ്. ഇപ്പോൾ നമ്മുടെ സ്പേസിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അവരുടെ സ്വെറ്റ് ആൻഡ് യൂറിൻ അത് റീക്രിയേറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഹാവബിൾ വാട്ടർ ആക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദാറ്റ് ഈസ് റിന്യൂവബിൾ. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, മനസ്സിലായില്ലേ. ദർ വിൽ ബി നോട്ട് എക്സോസ്റ്റഡ് വിത്ത് യൂസ്, കഴിഞ്ഞുപോയി, മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വംശം അവസാനിച്ചു പോയി എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അതിന്റെ കാര്യങ്ങൾ, അതിന്റെ സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റിൽ, ഒരു സർക്കംസ്റ്റാൻസസ്, ഒരു സാഹചര്യത്തിൽ പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്ന പൊല്യൂഷൻ എത്രത്തോളം താങ്ങാൻ പറ്റും, അതിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പൊല്യൂഷനെ എത്രത്തോളം അബ്സോർബ് ചെയ്ത് പിടിക്കാൻ പറ്റും. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി, അബ്സോർബിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ മെയിൻ സാധനത്തിലേക്ക് വരാം, ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് നോക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് മീൻസ് ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചറുള്ള വർധനവിനെയാണ് എന്ത് പറയുന്നത്, ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്ന് പറയുന്ന സംഭവം ഇവിടെ എന്തിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഹീറ്റിംഗ് അപ്പ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ കോസസ് ദ ഓവർ ഇൻക്രീസിംഗ് റിലീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, GHS. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥെയിൻ. അതിൽ മീഥെയിനും ഓസോണും ആണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി, മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, എസ്പെഷ്യലി CO2 കേട്ടോ. ദെൻ അടുത്ത ഇതിൻ്റെ അകത്ത് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ക്യോട്ടോ പ്രോട്ടോകോൾ, ജപ്പാനിലെ ക്യോട്ടോയിൽ നടന്ന ഗ്ലോബൽ വാർമിംഗ് തടയുന്നതിന് വേണ്ടിയിട്ട് UN കോൺഫറൻസ്, ഐക്യരാഷ്ട്ര സംഘടന ഉച്ചകോടി, അത് നോക്കണം. ഓസോൺ ഡിപ്ലേഷൻ, അതിൻ്റെയും കോസസ് എന്ത് ചെയ്തിരിക്കണം, നോക്കിയിട്ടുണ്ടാവണം. ലാൻഡ് ഡീഗ്രേഡേഷൻ വായിച്ചു പോവുക. ദെൻ കോസസ് ഓഫ് ലാൻഡ് ഡീഗ്രേഡേഷൻസ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ വായിച്ചു പോവുക. എയർ പൊല്യൂഷൻ വായിച്ചു പോയാൽ മതി, വാട്ടർ പൊല്യൂഷൻ വായിച്ചു പോയാൽ മതി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റീസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഭാവി തലമുറയ്ക്ക് ഇപ്പോഴത്തെ തലമുറ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഭാവി തലമുറയ്ക്ക് അത് കിട്ടാതെ പോകരുത്. ഇപ്പം നിങ്ങളുടെ 80s കിഡ്സ്, നിങ്ങളുടെ പാരന്റ് പറയണ്, നിങ്ങളൊക്കെ കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറമ്പിലൊക്കെ ഓടിച്ചാടി മഴയത്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും, കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ, അവര് തന്നെ അതൊക്കെ ഇല്ലാണ്ടാക്കി, അവര് തന്നെ അതൊക്കെ നികത്തി വീട് വെച്ച്, എന്നിട്ട് അവർ നമ്മളെ കൊഞ്ഞനെ കുത്തിയിട്ട് കാര്യമുണ്ട്, അല്ല കാര്യമില്ല, പോയി, മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട നടപടികൾ എന്തെല്ലാമാണ്. ഓക്കെ, പിന്നെ യൂസസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് LPG വരുന്നുണ്ട്, ഗോബാർ ഗ്യാസ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, CNG ഉപയോഗിക്കുന്നു, ആ കാര്യങ്ങളാണ്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, ഇനഫ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് ഉള്ളത്. ദെൻ ഇനി ലാസ്റ്റത്തെ ചാപ്റ്ററാണ് നമുക്ക് 10ാമത്തെ ചാപ്റ്ററിൽ കമ്പാരറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബർ കൺട്രീസ്. നെയ്ബർ കൺട്രീസിനൊന്നും വലിയ ഇതൊന്നും വേണ്ട, ചൈന ആൻഡ് പാകിസ്ഥാൻ, ഇത് രണ്ടും മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ആസ് പെർസ്പെക്റ്റീവ്, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വായിക്കുക. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഇവരൊക്കെ ഏതാണ്ട് 1947 1949 ആയിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. രണ്ടുപേരും ഒരു മിക്സഡ് എക്കോണമി, ചൈന ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി, ഇന്ത്യയും പാകിസ്ഥാനും ഒരു മിക്സഡ് എക്കോണമിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിലൊക്കെയാണ് 5 year പ്ലാൻ ആരംഭിച്ചത്. ഇന്ത്യ പാകിസ്ഥാനൊക്കെ, ഇന്ത്യ 51, ചൈന 53, പാകിസ്ഥാൻ 56 ഒക്കെയാണ് 5 year പ്ലാൻ ഒക്കെ ആരംഭിച്ചിരുന്നത്. പിന്നെ ഗവൺമെന്റ് ആയിരുന്നു എക്കോണമിയിലെ മേജർ റോൾ, ഗവൺമെന്റിനായിരുന്നു.
പിന്നീടാണ് ഇവർ പതിയെ മാറാൻ തുടങ്ങിയത്, ലിബറലൈസേഷനിലോട്ടൊക്കെ മാറാൻ തുടങ്ങിയത്. ചൈന നേരത്തെ മാറി, 1969 ചൈന മാറി. ബട്ട് ഇന്ത്യയും പാകിസ്ഥാനൊക്കെ 80s ലാസ്റ്റ്, 80കളുടെ അവസാനമാണ് ഇന്ത്യയും പാകിസ്ഥാനൊക്കെ മാറി ചിന്തിച്ചത്. എക്കോണമിക് സ്ട്രാറ്റജി ഓഫ് ചൈന ഈസ് മോസ്റ്റ് റെലവൻറ്റ്. നിങ്ങൾ ഈ കാണുന്ന 4 പോയിന്റെങ്കിലും മിനിമം വായിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് എക്കണോമിക് സ്ട്രാറ്റജി ഓഫ് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ സെയിം എക്കണോമിക് സ്ട്രാറ്റജി തന്നെ, ഇന്ത്യയുടെ സെയിം എക്കണോമിക് സ്ട്രാറ്റജി തന്നെ. ഇനഫ് ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നോക്കേണ്ട അത്രയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് മക്കളെ, ഈ ചാപ്റ്ററിൽ കുറച്ച് ടേബിളുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ചാപ്റ്ററിൽ ധാരാളം ടേബിളുകൾ ഉണ്ട്. ഇപ്പൊ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ, GDP ഇൻഡിക്കേറ്റർ ഇന്ത്യ ചൈന പാകിസ്ഥാൻ, സ്ട്രക്ചറൽ കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ, അതിപ്പോൾ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറയുന്ന വർക്ക് ഫോഴ്സ് തൊഴിലാളികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് റാങ്കിൽ ചൈന ഇന്ത്യ എത്രയാണ്, ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി, പോവർട്ടി, ഇതിനകത്തൊക്കെ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്ന് വിടാതെ നോക്കണം. പക്ഷേ റേഷ്യോ വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തോ 3 മാർക്കിനോ അങ്ങനെ എന്തോ ചോദ്യമായിട്ടാണ് ഇതിനകത്ത് പ്രതീക്ഷിക്കാനുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. ഇനി എക്കണോമിക്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മക്കളെ, ഏറ്റവും സിമ്പിൾ പേപ്പറാണ് ഇപ്പം നിലവിൽ എക്കണോമിക്സിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, മോഡ്, എസ്സേ സാധനമാണത്. മീൻ, മീഡിയൻ അതെന്തായാലും വന്നിരിക്കും. അതൊക്കെ ഇന്നലെ രജീഷ് സാറ് പറഞ്ഞിട്ടുണ്ട്. രജീഷ് സാറ് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഷുവർ ഷോട്ടാണ്. നമ്മുടെ ഇവിടെ നിന്ന് എസ്സേ, ഈ തിയറിയിൽ നിന്നാണ് എസ്സേ വരുന്നതെങ്കിൽ അതിന് സാധ്യത ഒന്ന് പോവർട്ടി ഇറാഡിക്കേഷൻ മെഷേഴ്സ് ഏറ്റവും കൂടുതൽ എസ്സേ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ NEP ന്യൂ എക്കണോമിക് പോളിസി, അതിനകത്ത് ലിബറലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് എസ്സേ വരുന്നത്. 5ാമത്തെ ചാപ്റ്റർ ഒന്നും വലിയ എസ്സേ റെലവൻസ് ഉള്ള സംഭവങ്ങളല്ല. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ ആകെ കുറച്ചേ വരുന്നുള്ളൂ. 6ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമത്തെ ചാപ്റ്ററിൽ നല്ല വലിയ ചോദ്യങ്ങൾ സാധ്യതയുണ്ട്. 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും വലിയ ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ വലിയ ചോദ്യം തന്നെയാണ്. അതൊക്കെ നോക്കുക. ബാക്കിയുള്ള ഇതിൽ വളരെ കുഞ്ഞു ചോദ്യങ്ങളൊക്കെയാണ് കടന്നു വരിക. 1ാമത്തെ ചാപ്റ്ററും വലിയ ചോദ്യത്തിനുള്ള സാധ്യത. ബാക്കിയൊക്കെ കുഞ്ഞു ചോദ്യങ്ങളാണ് വരുന്നത്. 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, എണ്ണത്തിൽ കൂടുതൽ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും കേട്ടോ, എംപ്ലോയ്മെന്റിൽ നിന്നും റൂറൽ ഡെവലപ്മെന്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. മാക്സിമം മാർക്ക് നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കോമേഴ്സുകാരെ ലാസ്റ്റ് എക്സാം ആണോ അത്? ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചു. അല്ല, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ടെന്നോണം അല്ലേ, 29ാം തീയതി വരെ ഉണ്ടെന്നോണം അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട, അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്പറൊക്കെ ഇട്ട് ലാസ്റ്റ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാ പേപ്പർ നോക്കുന്നത് പരമാവധി ലിബറലായിട്ടൊക്കെ ഇടാൻ സാധ്യതയുള്ള ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർ മാർക്ക് തരും കേട്ടോ. പിന്നെ കോപ്പി അടിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുക. കൂട്ടുകാരുമായിട്ടൊക്കെ ക്ലാസ്സിൽ കൂൾ ഓഫ് ടൈമിലൊക്കെയാണ് കൂടുതൽ കുട്ടികൾ അത് വായിച്ചു നോക്കിയിട്ട് അയ്യോ ഇതിങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. ആ സമയത്ത് നന്നായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂൾ ഓഫ് ടൈം കൂളായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. ചില കുട്ടികളൊക്കെ ഉണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിങ്ങനെ അങ്ങ് എടുക്കും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടീച്ചർ തന്നതിന് ശേഷം ഈ രീതിയിൽ അങ്ങ് ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ കൊള്ളാം അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിച്ചിട്ട് പതിയെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് ടീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ് ആ എക്സാം കഴിയുന്നത് വരെ ടീച്ചറുടെ ശ്രദ്ധ നിങ്ങളുടെ അടുത്തായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് വായിക്കുക. ടൈം ബോർഡിൽ എഴുതാൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10 മിനിറ്റ് കൊണ്ട് എഴുതുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ടൈമൊക്കെ നല്ലപോലെ ലാവിഷാണ്. ആദ്യം അറിയാവുന്ന ആദ്യം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ക്യാമ്പ് വാല്യുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ടീച്ചേഴ്സ് ആദ്യം തന്നെ പേപ്പേഴ്സ് എടുത്തിട്ട് ഫസ്റ്റ് പേജ് മാർക്കിന് ശേഷം നിങ്ങൾ എഴുതി ആദ്യത്തെ കാര്യങ്ങളാണ് വേഗം അവർ നന്നായിട്ട് നോക്കുക. അവസാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മടിയൊക്കെ വരുമ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അടുത്തേക്ക് ഇട്ട് 2 പേര് നോക്കൂട്ടോ. വേഗം എടുത്തിട്ട് രണ്ടാമത്തെ ആൾ വായിച്ചു നോക്കൂല. രണ്ടാമത്തെ ആൾ ആ മാർക്ക് പ്രോപ്പർ ആണെന്ന് മാത്രം നോക്കുള്ളൂ. എന്നിട്ട് വേഗം അപ്പുറത്തുകൾക്ക് കൊടുത്ത് വേഗം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എത്താം. പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ഇതില്ലാത്ത രീതിയിൽ എഴുതരുത് കേട്ടോ. ഒരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ എഴുതി കളയരുത്. കാരണം ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ഇത് ഇന്നലെയും കൂടെ ഞാനിത് പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവിടെ സോഷ്യൽ ആളെടുക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, മക്കളെ എഴുതുന്ന സമയത്ത് ലാസ്റ്റ് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുന്നു, എന്താണ് സിന്ധു നദീതട സംസ്കാരം? അപ്പം ഞാൻ പറഞ്ഞു കുട്ടികളോട്, അത് അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം. സിന്ധു നദിയുടെ സംസ്കാരം വളരെ വലിയൊരു സംസ്കാരമായിരുന്നു, അത് വളരെ പ്രാധാന്യമുള്ളൊരു സംസ്കാരമാണ്, അത് ഈ ലോകത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു, നല്ലൊരു സംസ്കാരമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പക്ഷെ അതുമായി ബന്ധമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതരുത്. ഇപ്പോൾ
എന്താണ് സിന്ധു നദീതട സംസ്കാരം? സിന്ധു എന്ന് പറയുന്ന ഒരു കുട്ടി പുഴയിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ നദിയിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ സംസ്കാരമില്ലാത്ത ആൾക്കാർ വന്ന് കല്ലെറിഞ്ഞു. ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ വെട്ടിടും. അപ്പോൾ ഓൺ വേർഡിൽ എഴുതാം. ആ ഓൺ വേർഡിൽ എഴുതുന്നതിന് എന്ത് ചെയ്യണം? ഒരു ന്യായം വേണം, യുക്തി വേണം. അങ്ങനെ വേണം ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എഴുതി വെക്കാൻ പറ്റും മക്കൾ. ഇത്രയും ഇത് കിട്ടിയ കുട്ടികൾ വേറെ ഉണ്ടാവില്ല. ഇത്രയും എക്സാമുകൾ കിട്ടിയിട്ടുണ്ട്, റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങളിത് ആഗ്രഹിച്ചു വന്നിരിക്കുന്നുണ്ട്, ഈ സംഭവം അല്ലേ, ഇതിങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചു വന്നിരിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ടാറ്റാ.